ഈ മണിക്കൂറിലെ ഏറ്റവും സുപ്രധാനമായ വാർത്തകളിലേക്ക് ആദ്യം തലക്കെട്ടുകൾ. ജമ്മു കശ്മീരിൽ 3 ഭീകരരുമായി ഏറ്റുമുട്ടൽ. കിഷ്ത്വാറിൽ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർക്ക് വീരമൃത്യു, 3 സൈനികർക്ക് പരിക്ക്. IAS ചേരിപ്പോരിൽ സർക്കാർ ഇടപെടൽ. N പ്രശാന്തിനെതിരെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി ചീഫ് സെക്രട്ടറി. A ജയതിലക് നിരവധി കീഴുദ്യോഗസ്ഥരുടെ ജീവിതവും കരിയറും നശിപ്പിച്ചുവെന്ന് പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രശാന്ത് വില്ലനെന്ന് ജെ മേഴ്സിക്കുട്ടിയമ്മ. PP ദിവ്യയെ തള്ളാതെ CPM. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നും ഇല്ലെന്നും 2 അഭിപ്രായങ്ങളുണ്ടെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി. സമഗ്ര അന്വേഷണം വേണമെന്നും MV ജയരാജൻ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യന്മാരായി തിരുവനന്തപുരം. പാലക്കാടിന്റെ M അമൃത്തിന് ട്രിപ്പിൾ. ഡിസ്കസ് ത്രോയിൽ സ്വന്തം മീറ്റർ റെക്കോർഡ് തിരുത്തി കാസർഗോഡിന്റെ സെർവൻ KC. ഹഡിൽസിൽ ഇരട്ട സ്വർണവുമായി പാലക്കാടിന്റെ വിഷ്ണുശ്രീ. ജമ്മു കശ്മീരിലെ കിഷ്ത്വാറിലെ വനപ്രദേശമായ ചാസ് മേഖലയിൽ ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 1 ജവാന് വീരമൃത്യു. നായിബ് സുബേദാർ രാകേഷ് കുമാറാണ് വീരമൃത്യു വരിച്ചത്. 3 സൈനികർക്ക് പരിക്കേറ്റു. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുന്നുവെന്നാണ് വിവരം. ജമ്മു കശ്മീരിൽ 24 മണിക്കൂറിനിടെ 3 ഏറ്റുമുട്ടലുണ്ടായി. പരിക്കേറ്റവരിൽ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസറും ഉൾപ്പെടുന്നു. ഭീകരരുടെ സാന്നിധ്യം ഉണ്ടെന്ന വിവരത്തിലാണ് ഇവിടെ സൈന്യവും 11 രാഷ്ട്രീയ റൈഫിൾ സംഘവും എത്തിയത്. ഭീകരർ സൈനികർക്ക് നേരെ വെടിയുതിർത്തതോടെ സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയായിരുന്നു. ഡാച്ചിഗാമിനും നിഷാത്തിനും ഇടയിലെ വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. അതിനിടെ വ്യാഴാഴ്ച 2 ഡിഫൻസ് ഗാർഡുകളെ തട്ടിക്കൊണ്ടുപോയി വെടിവെച്ചു കൊന്ന ഭീകരർ സുരക്ഷാ സേനയുടെ പിടിയിലായതായി കിഷ്ത്വാർ പോലീസ് സ്ഥിരീകരിച്ചു. ബാരാമുള്ളയിലെ സോപ്പോറിൽ ശനിയാഴ്ച രാത്രി ആരംഭിച്ച ഏറ്റുമുട്ടലിൽ സേന 1 ഭീകരനെ വധിച്ചു. ശ്രീനഗറിലെ സബർബൻ വനമേഖലയിൽ പോലീസ് സുരക്ഷാ സേന സംയുക്ത പട്രോളിംഗ് സംഘത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. സേന തിരിച്ചടിച്ചതിന് പിന്നാലെ ഭീകരർ വനമേഖലയിലേക്ക് പിൻവലിഞ്ഞു. 3 ഭീകരരാണ് പ്രദേശത്തുള്ളത്. വെടിവയ്പ്പിന് പിന്നാലെ ശ്രീനഗറിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. PP ദിവ്യയുടെ വാദങ്ങൾ തള്ളാതെ കണ്ണൂർ CPM. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നും വാങ്ങിയില്ലെന്നും അഭിപ്രായമുണ്ടെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. ഇതിൽ നിജസ്ഥിതി പുറത്തുവരണം. ADMന്റെ കുടുംബത്തോടുള്ള എല്ലാവിധ ഐക്യദാർഢ്യവും പാർട്ടി പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ജയരാജൻ പറഞ്ഞു. ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നും വാങ്ങിയില്ലെന്നും 2 അഭിപ്രായങ്ങൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ നിജസ്ഥിതി അറിയേണ്ടതുണ്ടെന്ന് MV ജയരാജൻ വ്യക്തമാക്കി. ദിവ്യക്കെതിരെ സ്വീകരിച്ചത് പാർട്ടി നടപടി മാത്രമാണ്. പാർട്ടി നടപടി അംഗീകരിക്കുന്ന ഒരു സഖാവ് എങ്ങനെയാണ് കറിവേപ്പില പോലെ തന്നെ വലിച്ചെറിഞ്ഞുവെന്ന് പറയുന്നതെന്നും ജയരാജൻ ചോദിച്ചു. പെരിങ്ങോം ഏരിയ സമ്മേളനത്തിലാണ് MV ജയരാജന്റെ ചോദ്യം. ADM കൈക്കൂലി വാങ്ങിയെന്ന് ഒരു കൂട്ടർ, കൈക്കൂലി വാങ്ങുന്നയാളല്ല ADM എന്ന് മറ്റൊരു കൂട്ടർ. ഇതിന്റെ നിജസ്ഥിതി ഈ നാടിൽ അറിയേണ്ടതുണ്ട്. ദിവ്യയുടെ പ്രസംഗം പല രീതിയിലും ഇദ്ദേഹത്തിന്റെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ടോ? ഇതും ഈ നാടിൽ അറിയേണ്ടതുണ്ട്. ആത്മഹത്യാ കുറിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വസ്തുതകളെല്ലാം ജനങ്ങൾക്ക് അറിയാൻ കഴിയണം എന്നതുകൊണ്ടാണ് സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത്. PP ദിവ്യയുടെ വാദങ്ങൾ തള്ളാതെയാണ് കണ്ണൂർ CPM മുന്നോട്ട് പോകുന്നതെന്ന് ജയരാജന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. നവീനുമായി ബന്ധപ്പെട്ട കൈക്കൂലി ആരോപണം ഇതുവരെ പാർട്ടി അംഗീകരിച്ചിരുന്നില്ല. പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി അടക്കം ADMന് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. ഇത് മറന്നാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആരോപണം പൊതുവിഷയമായി ഉയർത്തിയത്. കൈക്കൂലി ആരോപണത്തിലെ അന്വേഷണം സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് ജയരാജൻ പറയുന്നത് ദിവ്യക്ക് അനുകൂലമാണ്. ദിവ്യയുടെ നീക്കത്തിന് കാരണമുണ്ടായിരുന്നു എന്ന പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട് കൂടിയാണ് MV ജയരാജൻ പരസ്യമായി അവതരിപ്പിച്ചത്. ഇതോടെ വിഷയത്തിൽ ആദ്യഘട്ടം മുതൽ കണ്ണൂർ പാർട്ടി ദിവ്യക്ക് എന്തുകൊണ്ട് പിന്തുണ നൽകിയെന്ന് കൂടി വ്യക്തമാവുകയാണ്. അമൃത ന്യൂസ്, കണ്ണൂർ. മുനമ്പത്തെ വഖഫ് ഭൂമി പ്രശ്നത്തിൽ നിലപാട് വ്യക്തമാക്കി CPM. ഒരു തരത്തിലുമുള്ള കുടിയൊഴിപ്പിക്കലും പ്രോത്സാഹിപ്പിക്കില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. LDFും UDFും ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നാണ് BJP ആരോപണം. ഐക്യദാർഢ്യ പ്രഖ്യാപനവുമായി സിറോ മലബാർ സഭയും രംഗത്തെത്തി. BJP നടത്തുന്നത് വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമമെന്നും ഒരു തരത്തിലുള്ള കുടിയൊഴിപ്പിക്കലും പ്രോത്സാഹിപ്പിക്കില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് മറുപടിയില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു.
അതിൻ്റെ അകത്ത് അതിശക്തിയായ രീതിയിലുള്ള ധ്രുവീകരണത്തിനാണ് ശ്രമം. ഇപ്പോഴും ഞങ്ങൾ ഉറപ്പിച്ച് പറയുകയാണ്, ഇനി മുനമ്പല്ല കേരളത്തിൽ എവിടെയായാലും അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ ആരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. മുനമ്പം വിഷയത്തിൽ LDFും UDFും ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആരോപിച്ചു. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിനും വഖഫ് അവകാശം ഉന്നയിച്ചെന്നും വിശ്വാസികൾ ഭീതിയിലാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഇതൊരു വലിയ സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുകയാണ് ഈ വഖഫ് പ്രശ്നം. അത് പരിഹരിക്കാനാണ് വഖഫിന്റെ പരിഷ്കാരത്തിന് നിയമം കൊണ്ടുവരുന്നത് കേന്ദ്ര സർക്കാർ. ഇവരിവിടെ അതിനെതിരായിട്ട് ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ്. അതിനിടെ പാലക്കാട് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ മുനമ്പത്തെ സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നീതി നിഷേധിക്കപ്പെട്ടവന്റെ അവകാശ സമരമാണ് മുനമ്പത്ത് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നീതി നിഷേധിക്കപ്പെട്ടവന്റെ കിടപ്പാടം നഷ്ടപ്പെടുന്നവന്റെ അവരുടെ സമരമാണ്. ജാതിയോ മതമോ രാഷ്ട്രീയമോ മറ്റൊന്നും കാണേണ്ടതില്ല. സിറോ മലബാർ സഭയും മുനമ്പം ജനതയ്ക്കായി ഐക്യദാർഢ്യ ദിനം ആചരിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കീഴിൽ ലൂർദ് ഫെറോന പള്ളിയിൽ വിശ്വാസികൾ ഒന്നിച്ചുകൂടി. മുനമ്പം ജനതയ്ക്ക് നീതി ലഭ്യമാക്കുക, അന്യായമായ അധിനിവേശങ്ങൾ തടയുക, വഖഫ് നിയമം ഭേദഗതി ചെയ്യുക, രാഷ്ട്രീയ പാർട്ടികളുടെ വഞ്ചന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സഭയുടെ ഐക്യദാർഢ്യ പ്രഖ്യാപനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV. N. പ്രശാന്ത് IAS വില്ലൻ എന്ന് മുൻ മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രശാന്തിന് രാഷ്ട്രീയ ഗൂഢാലോചനകളിൽ പങ്കുണ്ട്. ആഴക്കടൽ മത്സ്യബന്ധന കരാർ UDFിനു വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നതടക്കം കടുത്ത വിമർശനമാണ് മേഴ്സിക്കുട്ടിയമ്മ ഉന്നയിച്ചത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരെ അധിക്ഷേപം ഉന്നയിച്ച് കുരുക്കിലായ കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് മുൻമന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച ആഴക്കടൽ മത്സ്യബന്ധന വിവാദവുമായി ബന്ധപ്പെട്ടാണ് പ്രശാന്തിനെ വില്ലനായി ചിത്രീകരിച്ചുകൊണ്ടുള്ള മുൻമന്ത്രിയുടെ കുറിപ്പ്. രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുന്ന കാര്യത്തിലും പ്രശാന്ത് വില്ലന്റെ റോളിൽ പ്രവർത്തിക്കുന്നതാണ് 2021 ഫെബ്രുവരി മാസം കണ്ടതെന്ന് പറഞ്ഞാണ് കുറിപ്പിന്റെ തുടക്കം. അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 5000 കോടിയുടെ ആഴക്കടൽ ട്രോളറുകൾക്ക് ഫിഷറീസ് വകുപ്പ് അനുമതി നൽകിയെന്ന ആരോപണം ഉയർത്തി. ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് താൻ മറുപടി നൽകിയതോടെ അമേരിക്കൻ മലയാളിയുമായി 5000 കോടിയുടെ MOU ഒപ്പുവെച്ചതിന്റെ രേഖ ചെന്നിത്തല പുറത്തുവിട്ടു. എന്നാൽ MOU ഒപ്പുവെച്ചത് ഇപ്പോഴത്തെ വിവാദ നായകൻ ഇൻലാൻഡ് നാവിഗേഷൻ MD പ്രശാന്തുമായിട്ടാണെന്നും ഇവിടെയാണ് ഗൂഢാലോചനയുടെ ചുരുളഴിഞ്ഞതെന്നും മേഴ്സിക്കുട്ടിയമ്മ പറയുന്നു. രമേശ് ചെന്നിത്തലയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന പ്രശാന്ത് ചെന്നിത്തലയുമായി നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ആഴക്കടൽ വിൽപ്പന എന്ന തിരക്കഥ. തീരദേശ മണ്ഡലങ്ങൾ UDFിന് ഉറപ്പാക്കുകയായിരുന്നു തിരക്കഥയ്ക്ക് പിന്നിലെ ലക്ഷ്യം. ഇതിലെ EMCC-കാരനാണ് കുണ്ടറയിൽ തനിക്കെതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയതിനു പിന്നിൽ ദല്ലാൾ നന്ദകുമാർ ആയിരുന്നു. ഈ തിരക്കഥയുടെയെല്ലാം ചുക്കാൻ പിടിച്ചത് വഞ്ചനയുടെ പര്യായമായ IAS ഉദ്യോഗസ്ഥൻ പ്രശാന്ത് എന്നും കുറിപ്പിൽ ആരോപിക്കുന്നു. സത്യവുമായി പുലബന്ധം പോലുമില്ലാത്ത രാഷ്ട്രീയ ദുഷ്ടലാക്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നുണപ്രചാരണത്തിന് താൻ ക്രൂരമായി വിധേയമായി. രമേശ് ചെന്നിത്തലയ്ക്കും UDFിനും വേണ്ടി വിടുപണി ചെയ്ത പ്രശാന്ത് IAS വീണ്ടും വില്ലൻ റോളിലെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത്. ഏതായാലും തിരയടങ്ങിയ ആഴക്കടൽ മത്സ്യബന്ധന വിവാദവും പ്രശാന്തിനെ പുതിയ വിവാദത്തിനൊപ്പം തിരിഞ്ഞുകൊത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമൃത ന്യൂസ്, കൊല്ലം. കൊച്ചിയിലെ മെറൈൻ ഡ്രൈവിലെ ജലപ്പരപ്പിലേക്ക് പറന്നിറങ്ങിയ സീപ്ലെയിന് വരവേൽപ്പ്. കരയിലും വെള്ളത്തിലും ഇറങ്ങാനും പറന്നുയരാനും കഴിയുന്ന സീപ്ലെയിൻ ഉച്ചയോടെയാണ് ബൊൽഗാട്ടി കായലിൽ ഇറങ്ങിയത്. നാളെ ബൊൽഗാട്ടി പാലസിൽ നിന്നും ഇടുക്കി മാട്ടുപ്പെട്ടിയിലേക്കാണ് ആദ്യ പറക്കൽ. രാവിലെ 9:30 വിമാനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. മന്ത്രി P. രാജീവ് പങ്കെടുക്കും. സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ കുതിപ്പ് നൽകാൻ കൊച്ചിയിൽ സീപ്ലെയിൻ എത്തി. വിജയവാഡയിൽ നിന്നാണ് കൊച്ചിയിലേക്കുള്ള സീപ്ലെയിൻ എത്തിയത്. ചെറുവിമാന സർവീസുകൾ നടത്തി വിനോദസഞ്ചാരികളെയും സാധാരണക്കാരെയും വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഉഡാൻ പദ്ധതിയുടെ ഭാഗമായാണ് ജലവിമാന സർവീസ് നടത്തുന്നത്. കരയിലും വെള്ളത്തിലും പറന്നിറങ്ങാനാവുന്ന ആംഫിബിയൻ വിമാനങ്ങളാണ് സീപ്ലെയിൻ പദ്ധതിക്ക് ഉപയോഗിക്കുക. ഇത്തരത്തിലുള്ള വിമാനങ്ങൾക്ക് വലിയ ജനാലകളുള്ളതിനാൽ വിനോദസഞ്ചാരികൾക്ക് മികച്ച ആകാശക്കാഴ്ച സമ്മാനിക്കും. നദികൾ, കായലുകൾ, ഡാമുകൾ എന്നിവ ഉപയോഗപ്പെടുത്തി എല്ലാ ജില്ലകളെയും പ്ലെയിൻ മുഖാന്തരം ബന്ധപ്പെടുത്താൻ സാധിക്കും. സീപ്ലെയിൻ പദ്ധതി പ്രാവർത്തികമായാൽ മാലിദ്വീപിന് സമാനമായ ടൂറിസം കേന്ദ്രമായി കേരളം മാറുമെന്ന് ട്രാൻസ്പോർട്ട് ഏവിയേഷൻ സെക്രട്ടറി ബിജു പ്രഭാകർ പറഞ്ഞു. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷദ്വീപുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ നമ്മുടെ എല്ലാ വാട്ടർ ബോഡീസും കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഹൈ എൻഡ് ടൂറിസം എന്നുള്ള നിലയിലേക്കാണെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുവരാനായിട്ട് വളരെയധികം സാധ്യതകളുണ്ട്. നമ്മൾ ലോ എൻഡ് ടൂറിസം നോക്കിയിട്ട് കാര്യമില്ല. അവരാരും പൈസ സ്പെൻഡ് ചെയ്യുന്നവരല്ല കൂടുതലായിട്ട്. അപ്പോൾ ഹൈ എൻഡ് ടൂറിസം ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടൽസ് ഉള്ളത് കേരളത്തിലാണ്. ഏതാണ്ട് 83-ലധികം 5 സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു സാധ്യതയാണ് ഇവിടെ ഉള്ളത്. വാട്ടർ ബോഡീസും 4 ഇൻ്റർനാഷണൽ എയർപോർട്ടും
ഈ 5-സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിയലി ഗുഡ് കോമ്പിനേഷൻ. വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് കോവളം, കുമരകം, ബാണാസുര സാഗർ, മാട്ടുപ്പെട്ടി എന്നീ ജലാശയങ്ങളെ ബന്ധിപ്പിക്കുന്ന സീപ്ലെയിൻ ടൂറിസം സർക്യൂട്ടാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. ചേലക്കര പിടിക്കാമെന്നത് വ്യാമോഹമെന്നും സർക്കാർ ന്യൂനപക്ഷങ്ങളോടൊപ്പമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊണ്ടാഴിയിലെ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ചേലക്കര പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നൊരു വ്യാമോഹം ചിലർ പരസ്യമായി ഉന്നയിച്ചിരിക്കുന്നു. പക്ഷേ ഈ നാട്ടിലെ ജനവിഭാഗമാകെ LDFനെ നല്ല രീതിയിൽ പിന്താങ്ങുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. ജനങ്ങളെ ഏത് രീതിയിൽ വ്യത്യസ്ത രീതികളിലാക്കാൻ പറ്റുമെന്നും ഒരു വിഭാഗത്തെ എങ്ങനെ മറുവിഭാഗത്തിനെതിരെ തിരിച്ചുവിടാൻ കഴിയുമെന്നുമാണ് നോക്കുന്നത്. എല്ലാ കാലത്തും അവരെ സ്വീകരിച്ചു വരുന്ന നിലപാടാണ്. രാഹുൽ മാങ്കൂട്ടത്തിനായി വോട്ട് തേടി കെ മുരളീധരൻ പാലക്കാടെത്തി. പാലക്കാട് താൻ വോട്ട് തേടുന്നത് ഐക്യജനാധിപത്യ മുന്നണിക്കും കൈപ്പത്തിക്കും വേണ്ടിയാണ്, ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല എന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. മത്സരം UDFും LDFും തമ്മിലാണ്. പാലക്കാട് BJP അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ പാലക്കാട് വോട്ട് ചോദിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയും കൈപ്പത്തിക്കും വേണ്ടിയാണ്. അല്ലാതെ ഇവിടെ വ്യക്തികളല്ല പ്രശ്നം. പാർട്ടി മുന്നണി ഇത്തവണ ഈ സീറ്റ് നിലനിർത്തേണ്ടത് പാർട്ടിക്ക് ആവശ്യമാണ്, മുന്നണിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങൾക്ക് ഇലക്ഷൻ രംഗത്ത് പ്രസക്തിയില്ല. ഇത്തവണത്തെ BJPയുടെ പെർഫോമൻസ് ഇതുവരെയുള്ള നോക്കിയാൽ അവരിപ്പോഴും 3ാം സ്ഥാനത്ത് നിൽക്കുക. കാരണം അതിലൊരു വലിയ വിഭാഗം മാറി നിൽക്കുന്നു. ശോഭാ സുരേന്ദ്രൻ വന്നില്ല എന്ന് പറയുന്നു. സന്ദീപ് വാര്യർ എങ്ങോട്ടാണ് പോകുന്നത് അദ്ദേഹത്തിന് തന്നെ അറിഞ്ഞുകൂടാ. അതൊക്കെ ഇവിടെ BJPനെ കാര്യമായിട്ട് ബാധിക്കും. അല്ലേ, അദ്ദേഹം എന്തിനാ ഇവിടെ വന്നിട്ട് എന്തിനാ ശല്യം ഉണ്ടാക്കുന്നത്? ഇവിടെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പാലക്കാട് എന്ന സ്നേഹവിസ്മയം എന്ന അടിക്കുറിപ്പോടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചാരണ വീഡിയോ CPM പത്തനംതിട്ടയുടെ ഫേസ്ബുക്ക് പേജിൽ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ നീക്കം ചെയ്തു. അക്കൗണ്ട് ഹാക്ക് ചെയ്തതാണ് എന്ന് CPM ആരോപിക്കുന്നു. വീഡിയോ പോസ്റ്റ് ചെയ്തത് അങ്ങനെയാണ് എന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവാണ് പറഞ്ഞത്. പിന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് സംശയിക്കുന്നുണ്ടെന്നും ഇത് സംബന്ധിച്ച് SP പരാതി നൽകിയിട്ടുണ്ട് എന്നും ഉദയഭാനു വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരെല്ലാം ഇത്തരം പണി ചെയ്യുന്നവരല്ലേ? ഇത്തരമായ വ്യാജരേഖ ഉണ്ടാക്കുന്നവർ, വ്യാജ ID കാർഡ് ഉണ്ടാക്കുന്നവർ, ഇതൊക്കെയാണ്. അതാണ് നാട്ടിലെ ജനങ്ങൾക്ക് പറയട്ടെ. പള്ളിക്കൽ പഞ്ചായത്തിൽ ആ വാർഡിൽ നിന്ന് ജയിക്കും. ഞാൻ വെല്ലുവിളിക്കുന്നു. രാവിലെ ആ വാർഡിൽ നിന്ന് ജയിക്കുമെന്ന് എനിക്ക് ഞാൻ വെല്ലുവിളിക്കുക. ഞാനിവിടെ ആർക്ക് വേണമെങ്കിലും കമ്മിറ്റി വരാം. പക്ഷെ ഒരിക്കലും ഒരു നേതൃത്വമായി മാറത്തില്ല. നേതൃത്വം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾ നൽകുന്ന ഒരു അവരിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അവബോധമാണ് നേതൃത്വം. ആർക്കും അബദ്ധം പറ്റിയത് അങ്ങനെയൊന്നുമല്ല, അത് പരിശോധിക്കുന്നുണ്ടോ? ഇല്ല, ഇത് അറിയാതെ എങ്ങനെ മാറിപ്പോകുന്നു ഒന്നുമില്ല. ഇത് പറയട്ടെ, എല്ലാം വളരെ വ്യക്തമായി പരിശോധിക്കുന്നു. പറയട്ടെ, ഇത് വളരെ വിദഗ്ധമായിട്ട് ഇതിനകത്ത് ജോലി കയറുകയാണ്. അതെല്ലാം പരിശോധിക്കാന്ന് പറയാം. അതൊക്കെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഗെയിംസ് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 1213 പോയിന്റുമായി തിരുവനന്തപുരം ചാമ്പ്യന്മാരായി. തൃശൂർ ഫസ്റ്റ് റണ്ണറപ്പും കണ്ണൂർ സെക്കൻഡ് റണ്ണറപ്പുമായി. 144 സ്വർണവും 88 വെള്ളിയും 100 വെങ്കലവുമായാണ് തലസ്ഥാനം ചാമ്പ്യന്മാരായത്. നേരത്തെ അക്വാട്ടിക്സിലും തിരുവനന്തപുരം ചാമ്പ്യന്മാരായിരുന്നു. സീനിയർ ആൺകുട്ടികളുടെ ഡിസ്കസ് ത്രോയിൽ ദേശീയ റെക്കോർഡ് മറികടന്ന പ്രകടനവുമായി കാസർഗോഡ് കുട്ടമത്ത് GHSSലെ KC സർവൻ മേളയിൽ താരമായി. 60.24 മീറ്റർ ദൂരം എറിഞ്ഞാണ് ഡിസ്കസിലെ സ്വന്തം റെക്കോർഡ് തന്നെ സർവൻ തകർത്തത്. ഡിസ്കസ് ത്രോയ്ക്ക് പുറമെ ഷോട്ട് പുട്ടിലും സർവൻ തന്നെയാണ് സ്വർണം നേടിയത്. പാലക്കാടിന്റെ ജ്യോതികയും വിഷ്ണുശ്രീയും ഇരട്ട സ്വർണം നേടി. കഴിഞ്ഞ തവണ ഇൻഡിവിജ്വൽ ചാമ്പ്യനായിരുന്നു ജ്യോതിക. 2 മത്സരങ്ങൾ കൂടി ജ്യോതികയ്ക്ക് ബാക്കിയുണ്ട്. സബ് ജൂനിയർ പെൺകുട്ടികളുടെ റിലേയിൽ സ്വർണം കോഴിക്കോട് സ്വന്തമാക്കി. ഈ ടീമിനെ അൽക്കാഷിനോജിന് ഇത് 3ാം സ്വർണമാണ്. സീനിയർ ആൺകുട്ടികളുടെ ട്രിപ്പിൾ ജമ്പിൽ എറണാകുളത്തിന്റെ സജൽ ഖാൻ സ്വർണം നേടി. സെന്റ് സ്റ്റീഫൻസ് കീരാമ്പറ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. സീനിയർ ആൺകുട്ടികളുടെ ട്രിപ്പിൾ ജമ്പിൽ എറണാകുളത്തിന്റെ സജൽ ഖാൻ സ്വർണം ലഭിച്ചു.
ജൂനിയർ പെൺകുട്ടികളുടെ ഡിസ്കസ് ത്രോയിൽ കോഴിക്കോടിന് വേണ്ടി സ്വർണം നേടിയിരിക്കുകയാണ് പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ് HSSലെ ഡെന ഡോണി. യൂട്യൂബ് നോക്കി അച്ഛൻ ഡോണി പോൾ നൽകിയ പരിശീലനത്തിലൂടെയാണ് ഡെന കോഴിക്കോടിന്റെ അഭിമാനമായി മാറിയത്. ജൂനിയർ ഗേൾസ് ഡിസ്കസ് ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയിരിക്കുകയാണ് ഡെന ഡോണി. കോഴിക്കോടിന്റെ താരമാണ്. ഈ ഡെനയുടെ പ്രാക്ടീസ് ഒക്കെ നടത്തുന്നത്, അതിന്റെ കോച്ചിങ് നൽകുന്നത് അച്ഛനാണ്. അതിന് പിന്നിലൊരു കഥയുണ്ട്, നമുക്ക് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് പ്രാക്ടീസ്, എന്താണ് അതിന് പിന്നിലെ കഥ? പ്രാക്ടീസ് എന്ന് പറയുമ്പം എല്ലാ ദിവസവും വൈകുന്നേരം പ്രാക്ടീസ് ഉണ്ടാവും. 2 ദിവസം റെസ്റ്റ് കിട്ടും. പിന്നെ കറക്റ്റായിട്ടുള്ളൊരു പ്ലാൻ വെച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അച്ഛനാണ് ഇതിന്റെ പ്രാക്ടീസ്. അച്ഛൻ എങ്ങനെയാണ് ഈ കായിക പരിശീലന രംഗത്തേക്ക് വരുന്നത്? കായിക പരിശീലന രംഗത്തേക്ക് മക്കൾക്ക് പരിശീലനം ആവശ്യമാണ് എന്ന് തോന്നിയപ്പം അങ്ങനെ മുന്നോട്ട് വന്നതാണ്. കായിക രംഗത്ത് പരിശീലനം ആവശ്യമായി വന്നപ്പം. ഈ പരിശീലനം എങ്ങനെയാണ് പഠിച്ചത്? പരിശീലനം ഞാൻ ഇന്റർനെറ്റിലൂടെ നോക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്തത്. കൂട്ടത്തിൽ അമ്മയുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ കാര്യത്തിനും. അമ്മയുടെ പേര് സിമ്മി ജോർജ്. അതെ. ഈ കായിക രംഗത്ത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ആളാണോ? പഴയ അത്ലറ്റൊക്കെയാണോ? ഞാൻ അത്ലറ്റ് അല്ല, പക്ഷെ എൻ്റെ സഹോദരന്മാർ അത്ലറ്റിക്സിലുണ്ടായിരുന്നു. അതെ, സ്റ്റേറ്റ് മെഡൽ വിന്നേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ കായിക രംഗമായിട്ട് വളരെ അടുത്താണ്. അതെ. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ സ്കൂള് കോഴിക്കോട് ഏറ്റവും മുന്നിൽ നിന്നൊരു സ്കൂളാണ് തിരുവമ്പാടി സെക്രട്ടേറിയറ്റ് ഹൈസ്കൂള്. ഇപ്പോൾ ഇവർ പഠിക്കുന്നത് പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലാണ്. അവിടെ മലബാർ സ്പോർട്സ് അക്കാദമി എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന മലബാർ സ്പോർട്സ് അക്കാദമിയിലാണ് പ്രാക്ടീസ് ശരിക്കും. അക്കാദമിയുടെ അണ്ടറിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇവരുടെ കൂട്ടത്തിലുള്ള ഡെനയുടെ കൂട്ടത്തിൽ വേറെ 5-6 കുട്ടികളും കൂടി ത്രോസിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാ ഈ പരിശീലനമൊക്കെ യൂട്യൂബ് നോക്കി പരിശീലിക്കാം എന്ന്? യൂട്യൂബിൽ മാത്രമല്ല, നമ്മളെന്ന് വെച്ചാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഇന്നിപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. അത് കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിലവഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എന്തിനും നമുക്ക് സാധിക്കും ഒരു പരിധിവരെ. അത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു തെളിവാണ് ഡോണയും ഡെനയും. ഡോണ എന്ന് പറഞ്ഞാൽ ഡെനയുടെ ചേച്ചിയാണ്. ഷോർട്ട് പുട്ടറായിരുന്നു. ഇപ്പം KC ത്രോസിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതെ, കഴിഞ്ഞ വർഷം സ്കൂൾസ് നാഷണൽ മെഡലിസ്റ്റാണ് ഷോർട്ട് പുട്ടിൽ. ബ്രോൺസ് മെഡൽ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു ഡോണയ്ക്ക്. ഈ അച്ഛൻ പരിശീലകനാകുമ്പോൾ എങ്ങനെയാ? ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? സ്ട്രിക്റ്റ് ഒന്നുമല്ല. ഇപ്പം ഒരു കാര്യം എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരും. അല്ലാതെ സ്ട്രിക്റ്റ് എന്നങ്ങനെയൊന്നും പറയാനായിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് എന്തായാലും വരേണ്ട വരും? അല്ല, രാവിലെ കുറച്ച് ഇപ്പം മീറ്റിനോട് അടുത്ത ദിവസങ്ങളിൽ മാത്രമേ പ്രാക്ടീസ് വെക്കാറുള്ളൂ. കൂടുതലും വൈകുന്നേരമാണ് ഉണ്ടാവുക. ഇനി അടുത്തത് നാഷണൽസ്. അടുത്ത നാഷണൽസിലേക്കുള്ള ഞങ്ങൾ എന്നാണ് ഡേറ്റ്, എത്ര ദിവസം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് അത് നോക്കിക്കൊണ്ട് ഞങ്ങളൊരു പ്രോഗ്രാം തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് നാഷണൽസിന് പോകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ജൂനിയർ നാഷണൽസിൽ ക്വാളിഫൈഡ് ചെയ്തതാണ്. 2 പേരും ഡോണയും ഡെനയുണ്ട്. പക്ഷേ ഡോണയ്ക്ക് ഇപ്പം കാലിന് ഇഞ്ചുറി ഉള്ളതുകൊണ്ട് ആണ് ഇപ്പം എന്ത് വേണമെന്നുള്ളൊരു ആലോചനയിലാണ്. ഇപ്പം ജൂനിയർ നാഷണൽസ് ഡിസംബർ 4 മാറ്റിയിട്ടുണ്ട്. ചിലപ്പം സുഖമായാൽ ഈ പറഞ്ഞ പോലെ 2 പേരും അത് അറ്റൻഡ് ചെയ്യും. ഡേറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടാണ് ചെയ്യുക. എന്തായാലും കുടുംബത്തിന്റെയൊക്കെ ഒരു പിന്തുണയാണിത്. അച്ഛൻ മക്കൾക്ക് വേണ്ടി പരിശീലനം എന്താണെന്ന് യൂട്യൂബ് നോക്കി പഠിച്ച് അവരെ പരിശീലിപ്പിക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് ഈ മേളയുടെ സന്തോഷങ്ങൾ. ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. അടുത്ത വർഷം നടക്കുന്ന കായികമേളയ്ക്ക് തിരുവനന്തപുരം വേദിയാകുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ഒളിമ്പിക്സ് മാതൃകയിൽ കൊച്ചിയിൽ നടന്ന കായികമേള കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു. 4 വർഷം കൂടുമ്പോൾ നടത്തുവാനാണ് മുമ്പ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ കായിക താരങ്ങളുടെ താൽപര്യം കണക്കിലെടുത്ത് വർഷാവർഷം നടത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. സാധാരണ മേളകളിൽ സമരങ്ങൾ ഉണ്ടാവാറുണ്ട്, എന്നാൽ ഇത്തവണ അതുണ്ടായില്ല. പോരായ്മകൾ തിരിച്ചറിഞ്ഞ് അടുത്ത വർഷം മേള കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. നമ്മുടെ ഇവിടുത്തെ ഈ കൊച്ചിയിൽ നടന്ന നമ്മുടെ സ്കൂൾ മേള കണ്ടപ്പോൾ കായിക താരങ്ങൾ, രക്ഷകർത്താക്കൾ, അവരുടെ അധ്യാപകർ, നാട്ടുകാർ, മാധ്യമപ്രവർത്തകർ എല്ലാവരുടെ ഭാഗത്തു നിന്നും വരുന്നത് എല്ലാ വർഷവും ഈ നിലയിൽ തന്നെ നടത്തി പ്രോത്സാഹനം കൊടുക്കണമെന്നുള്ള നിലയിലുള്ള അഭിപ്രായമാണ് എല്ലാ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ആരും തന്നെ അതിന് നെഗറ്റീവായിട്ട് പറയുന്നില്ല. അപ്പം അത് ആ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളാമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്.
സീനിയർ ആൺകുട്ടികളുടെ ഡിസ്കസ് ത്രോയിൽ ദേശീയ റെക്കോർഡ് മറികടന്ന പ്രകടനവുമായി കാസർഗോഡ് കുട്ടമത്ത് GHSSലെ KC സർവൻ 60.24 മീറ്റർ ദൂരം എറിഞ്ഞാണ് ഡിസ്കസിലെ സ്വന്തം റെക്കോർഡ് സർവൻ തകർത്തത്. ഡിസ്കസ് ത്രോയ്ക്ക് പുറമെ ഷോട്ട് പുട്ടിലും സർവൻ തന്നെയാണ് സ്വർണം നേടിയത്. ഡിസ്കസ് ത്രോയിൽ സ്വന്തം റെക്കോർഡ് തന്നെ തിരുത്തി റെക്കോർഡ് നേടിയിരിക്കുകയാണ് സർവൻ KC. കാസർഗോഡിന്റെ താരമാണ്. മാത്രമല്ല നാഷണൽ റെക്കോർഡിനേക്കാൾ മുകളിലാണ് സർവന്റെ പെർഫോമൻസ് ഇന്നുണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിപ്പോൾ എൻ്റെ ലാസ്റ്റ് സ്കൂൾ മീറ്റ് ആയി. ഇതിലൊരു നല്ല റെക്കോർഡ് ഇട്ട് വെക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഡിസ്കിലും ഷോട്ട് ഇനി നാഷണൽസിൽ ചെയ്യണം. ഇതേപോലെ 60+ തന്നെ ചെയ്യണമെന്നായിരുന്നു. അതേതായാലും പറ്റിയിട്ടുണ്ട്. അതെ അതെ, പ്രാക്ടീസൊക്കെ അച്ഛൻ്റെ പ്ലാനിൽ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. അതെ അതെ. എങ്ങനെയാണ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റി, അതിൻ്റെ നല്ല റിസൾട്ട് കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആകെ ടോട്ടല്. എന്നിരുന്നാലും ഏറ്റവും നന്നായി പരിശീലനത്തിൽ പറഞ്ഞത് മനസ്സിലാകുക എന്നുള്ളതാണല്ലോ. പഠിപ്പിക്കുന്നത് മനസ്സിലാകുക, അത് ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. അവിടെയൊക്കെ വിജയിക്കുന്നവരാണ് ഇതുപോലെ നാഷണൽ ഇൻ്റർനാഷണലൊക്കെ ആവുന്നത്. തീർച്ചയായും നമ്മുടെ സ്വപ്നമാണ് ഒരു ഒളിമ്പ്യൻ എന്നുള്ളത്. നമ്മുടെ നാടിൻ്റെ തന്നെയാണ്. അത് തീർച്ചയായും ഇന്നത്തെ ഒരു പ്രകടനത്തോട് കൂടിയിട്ട് നമുക്കൊന്നുകൂടി അതിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? അത്ലറ്റിക്സിൽ ഡിസ്കസ് ത്രോ ഒരു സ്റ്റേറ്റ് താരമാണ് ഞാൻ. നാഷണലിൽ മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ പക്ഷേ ഇതിനോട് വല്ലാതെ ഒരു ക്രൈസ് ആയിരുന്നു ഈ ഒരു ഇവൻ്റോട്, ഡിസ്കസോട്. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് ദുബായിൽ പോയിട്ടും ഞാൻ അവിടെ നിന്നും പ്രാക്ടീസ് ചെയ്തിരുന്നു. എൻ്റെ മക്കളെ ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം പോലെ. സ്പോർട്സിൽ അവരുടെ മക്കളെ ചെയ്യിപ്പിക്കാനാണ്. മറ്റുള്ള ബിസിനസ്സാക്കും ചെയ്യും പോലെ നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയായിരുന്നു. അത് അതിൻ്റെ ഒരു മുന്നോട്ട് പോക്കിന് നല്ലൊരു പ്രചോദനമുള്ള ഒരു ദിവസമാണ് ഇന്ന്. നാഷണൽ റെക്കോർഡ് ഇവിടെ തന്നെ മറികടക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും സർവാൻ അവിടെ ഗോൾഡ് മെഡൽ നേടാനും റെക്കോർഡ് തിരുത്താനും നമുക്ക് കേരളത്തിൻ്റെ പേരിൽ എഴുതി ചേർക്കാനും കഴിയും. എങ്ങനെയാണ് ഇത് എത്ര തവണയായി ഈ സ്കൂൾ മീറ്റിൽ വന്നു തുടങ്ങി? ഇപ്പം ഞാൻ അണ്ടർ 14 ചെയ്യാൻ തുടങ്ങിയതാണ്. 40 എൻ്റെ റെക്കോർഡ്, എല്ലാത്തിലും റെക്കോർഡ്, ഗോൾഡ് മെഡൽ. വളരെ സന്തോഷം. എന്തായാലും ഇതുപോലെയുള്ള താരങ്ങളാണ് നമുക്ക് ഇവിടെ മുതൽക്കൂട്ടായിട്ട് കേരളത്തിനുള്ളത്. ഒളിമ്പിക്സ് മെഡൽ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന താരങ്ങൾ കൂടിയാണ് ഇത്. ക്യാമറാമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. കൊല്ലം അഴീക്കലിൽ തീപ്പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന യുവതി മരിച്ചു. അഴീക്കൽ പുതുവയൽ വീട്ടിൽ ഷൈജമോളാണ് മരിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ് ഷൈജമോളുടെ സുഹൃത്ത് കോട്ടയം സ്വദേശി ഷിബു ഇന്നലെ മരിച്ചിരുന്നു. ഇന്നലെ രാത്രി 7:30ഓടെയാണ് സംഭവം. ഷൈജയുടെ വീട്ടിലെ മുകളിലത്തെ നിലയിലാണ് ഇരുവരും തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടത്. തെന്നിന്ത്യൻ നടൻ ഡെല്ലി ഗണേഷ് അന്തരിച്ചു. രോഗബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ചെന്നൈയിലായിരുന്നു അന്ത്യം. തമിഴ് സിനിമകളിലൂടെ ശ്രദ്ധേയനായ അദ്ദേഹം മലയാളത്തിലും ഹിന്ദിയിലും മറ്റ് വിവിധ ഭാഷകളിലുമായി 400-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. തിരുനെൽവേലി സ്വദേശിയായ ഗണേശൻ സിനിമയിലെത്തിയ ശേഷമാണ് ഡെല്ലി ഗണേശ് എന്ന പേര് മാറ്റിയത്. വ്യോമസേന ഉദ്യോഗസ്ഥനായിരുന്നു. വ്യോമസേനയിൽ ജോലി ചെയ്യുന്നതിനിടെ ദില്ലിയിലെ നാടക സംഘത്തിൽ സജീവമായിരുന്നു. സിനിമയിൽ അഭിനയിക്കാനായി ജോലി ഉപേക്ഷിച്ചു. ധ്രുവം, കാലാപാനി, ദേവാസുരം, കീർത്തിചക്ര, പോക്കിരി രാജ തുടങ്ങി നിരവധി മലയാള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം അവതരിപ്പിച്ചിട്ടുണ്ട്. വൈഷൺമുഖി, തെന്നാലി, സിന്ധുഭൈരവി, നായകൻ തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങളും ശ്രദ്ധേയമായിരുന്നു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിൽ ഡെല്ലി ഗണേഷ് വേഷപ്പകർച്ച നടത്തിയത് 400ഓളം സിനിമകളിലാണ്. ചെറുതും വലുതുമായ വേഷങ്ങളിലെത്തിയ ഗണേഷ് മലയാളികൾക്കും ഏറെ പ്രിയങ്കരനായ പ്രതിഭയാണ്. സങ്കടമായാലും സന്തോഷമായാലും കോമഡിയായാലും അത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഡൽഹി ഗണേശനെന്നും പ്രത്യേക കഴിവ് തന്നെയായിരുന്നു. സഹനടനായും വില്ലനായുമെല്ലാം അദ്ദേഹം സിനിമയിൽ തിളങ്ങി നിന്നു. വ്യോമസേന ഉദ്യോഗസ്ഥനായിരുന്ന ഗണേഷ് സിനിമയിലെത്തുന്നത് 1977 കെ ബാലചന്ദർ സംവിധാനം ചെയ്ത പട്ടിണപ്രവേശനം എന്ന ചിത്രത്തിലൂടെയായിരുന്നു. ഗണേശൻ എന്ന പേര് മാറ്റി ഡൽഹി ഗണേഷ് എന്ന പേര് നൽകിയതും ബാലചന്ദർ ആയിരുന്നു. 1981 പുറത്തിറങ്ങിയ എങ്കമ്മ മഹാറാണി എന്ന ചിത്രമാണ് അദ്ദേഹത്തിന് പ്രേക്ഷക സ്വീകാര്യത നേടിക്കൊടുത്ത ചിത്രം. സിന്ധുഭൈരവി, നായകൻ, അപൂർവ സഹോദരர்கள், തെനാലി തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. തമിഴ് സിനിമയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രേക്ഷക സ്വീകാര്യത. ദേവാസുരം, ധ്രുവം, കാലാപാനി, പോക്കിരി രാജ, മനോഹരം തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ മലയാള സിനിമാ പ്രേക്ഷകരുടെ മനം കവർന്ന താരം ഷാരൂഖ് ഖാൻ നായകനായെത്തിയ ചെന്നൈ എക്സ്പ്രസ് എന്ന ചിത്രത്തിലും ശ്രദ്ധേയമായ വേഷം അവതരിപ്പിച്ചിരുന്നു. തെലുങ്ക്, കന്നഡ സിനിമകളിലും അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു.
കമൽഹാസൻ നായകനായി എത്തിയ ഇന്ത്യൻ 2 ആയിരുന്നു അവസാന ചിത്രം. ഇനിയും ചെയ്യാനേറെ ബാക്കി വെച്ച് ഡൽഹി ഗണേഷ് യാത്രയാകുന്നത് എന്നും ഓർത്തുവെക്കാൻ ഒരുപിടി മികച്ച കഥാപാത്രങ്ങളെ സമ്മാനിച്ചുകൊണ്ടാണ്. 80-ാം വയസ്സിൽ വിട പറയുമ്പോൾ സിനിമാ ലോകം ഒന്നടങ്കം അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. മതാടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ DGP ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറി. വ്യവസായ വകുപ്പ് ഡയറക്ടർ K. ഗോപാലകൃഷ്ണന്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. K. ഗോപാലകൃഷ്ണനോട് ചീഫ് സെക്രട്ടറി വിശദീകരണം തേടും. ഇതിനു പിന്നാലെ ഗോപാലകൃഷ്ണനെതിരെ നടപടിയുണ്ടാകാനാണ് സാധ്യത. വാട്സാപ്പ് ഗ്രൂപ്പ് വിഷയത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നേരത്തെ DGPക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഹാക്കിംഗ് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. K. ഗോപാലകൃഷ്ണൻ ഫോൺ ഫോർമാറ്റ് ചെയ്ത് കൈമാറിയതായും റിപ്പോർട്ടിലുണ്ട്. ഫോറൻസിക് പരിശോധനയിലും ഹാക്കിംഗ് തെളിഞ്ഞില്ല. മല്ലു ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദം ഗൗരവമുള്ള വിഷയമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാർ വിഷയം ഗൗരവമായി കാണുന്നുവെന്നും അന്വേഷണം നടക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നല്ല വിഷയം, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആ വിഷയം ഗവൺമെൻറ് പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നയപരമായ നിലപാടാണ് സ്വീകരിച്ചു പോകാൻ കഴിയുക ഗവൺമെൻറ്റിന്. ആ നിലപാട് സ്വീകരിച്ച് പോകുക ചെയ്യും. അതിൽ ഒറ്റപ്പെട്ട ഏതെങ്കിലും കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് അത് പർവ്വതീകരിക്കേണ്ട. നമുക്ക് ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കും. വലിയ ചർച്ചകൾക്കൊടുവിൽ K. മുരളീധരൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചാരണത്തിനായി പാലക്കാട് ഇന്നെത്തിയിരുന്നു. ആ ദൃശ്യങ്ങൾ കാണാം. പ്രിയപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ, നിങ്ങളുടെ പ്രിയങ്കരനായ MP ശ്രീ TK ശ്രീകണ്ഠൻ 13 വർഷത്തോളം ഈ നിയോജക മണ്ഡലത്തിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച, ഇപ്പോൾ എൻ്റെ പഴയ വടകരയെ ഇന്ന് പ്രതിനിധീകരിക്കുന്ന ശ്രീ ഷാഫി പറമ്പിൽ MP, ശ്രീ മോഹൻ ജോസഫ് MLA, AICCയുടെ സെക്രട്ടറി ശ്രീ മോഹൻ ഉൾപ്പെടെയുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ എന്നുള്ള കാര്യത്തിനെ കുറിച്ചുകൂടെ ശ്രീകണ്ഠൻ പ്രതിപാദിക്കുകയുണ്ടായി. നമ്മുടെ ജനാധിപത്യത്തിൽ സാധാരണയായിട്ട് MLA-മാർ MP-മാരാകുന്നതും MP-മാർ MLA-മാരാകുന്നതൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും സംഭവിച്ചിട്ടുണ്ട്. അത് പാലക്കാട് മാത്രം സംഭവിച്ചതല്ല. ഇവിടെ തന്നെ തൊട്ടടുത്ത് ചേലക്കരയിൽ എന്താ ഉപതെരഞ്ഞെടുപ്പുണ്ടായത്? മന്ത്രിയായ രാധാകൃഷ്ണൻ MP ആയി ജയിച്ചപ്പോൾ അദ്ദേഹം രാജിവെച്ചു. അങ്ങനെ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായി. അതുപോലെ സാഹചര്യത്തിൽ തന്നെയാണ് UDF ഷാഫി പറമ്പിലിനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അദ്ദേഹം ജയിച്ചു. അതുകൊണ്ട് ഇവിടെ ഉപതെരഞ്ഞെടുപ്പുണ്ടായി. ഇപ്പോ ഇതേ ഇലക്ഷൻ നടക്കുന്ന ദിവസം കർണാടകയിൽ 3 നിയോജക മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുണ്ട്. 3ഉം BJP ജനതാദൾ S MLA-മാർ MP-മാരായതുകൊണ്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഉത്തർപ്രദേശിൽ 10 അസംബ്ലിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. 7ഉം BJP-യുടെ MLA-മാർ രാജിവെച്ചതുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പുണ്ടായത്. അപ്പോൾ ഇത് ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് മാത്രം സംഭവിച്ചൊന്നുമല്ല. പാലക്കാട് മാത്രം എന്തോ ഒരു അപരാധം നടന്ന പോലെയാണ് ഇവിടെ ചിലരൊക്കെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇവിടെ നേരത്തെ എന്നോട് ചാനലുകാർ ചോദിച്ചു മത്സരം ആര് തമ്മിലാണെന്ന്. ഞാൻ പറഞ്ഞത് UDF LDF മത്സരം എന്ന് ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല. ഇവിടുത്തെ BJP, ഞാൻ ആരും വ്യക്തിപരമായിട്ട് പറയല്ല, ഇവിടുത്തെ BJP സ്ഥാനാർത്ഥിയെ കുറിച്ച് അവരുടെ പാർട്ടിക്കാർ പറഞ്ഞത് അദ്ദേഹത്തിന് വോട്ട് വേണ്ട, നോട്ട് മതി എന്നാണ്. അപ്പൊ അങ്ങനെ നോട്ട് മതി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയോട് നമ്മൾ മത്സരിക്കുന്നു എന്ന് പറയുന്നൊരു മോശമല്ലേ എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയാൻ കഴിയുമ്പോൾ. അതപ്പോൾ എന്നോട് തങ്കപ്പൻ പറഞ്ഞു ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു സജഷൻ പറയാം. UDF-ഉം LDF BJP സംയുക്ത സ്ഥാനാർത്ഥികൾക്കെതിരായിട്ടുള്ള മത്സരം, ഇവർ തമ്മിലാണ് മത്സരം. കാരണം ഇവർ രണ്ടുപേരും പരസ്പര പൂരകങ്ങളാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കാലത്താണ് കൊടകര കുഴൽപ്പണ കേസ്. ആ കേസ് ഇങ്ങനെ വീണ്ടും അതിങ്ങനെ
പൊടി തട്ടിയൊക്കെ ഇങ്ങനെ പുറത്തെടുക്കുന്ന നേരത്താണ് BJP-ക്കാർക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത സന്ദർഭത്തിലാണ് LDF-കാരൻ ഒരു നീലപ്പെട്ടി അന്വേഷിച്ച് രാത്രി ഒരു ഹോട്ടലിൽ കയറി വന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾക്ക് NN കൃഷ്ണദാസിനെ പറയുന്നത് നീലപ്പെട്ടിയുടെ പിന്നാലെ പോകണ്ടാണ്. ആരാ പിന്നാലെ പോയതാരാ? ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഈ രാത്രിയിൽ ചില നാടകങ്ങൾ നടത്തുന്നതിനാ? എന്നിട്ട് അവസാനം കിട്ടിയത് നീലപ്പെട്ടി. നീലപ്പെട്ടിക്ക് അകത്തെന്താ? സാധാരണ നമ്മളൊക്കെ പോകുമ്പോഴുള്ള പോലെ ഷർട്ടും മുണ്ടും, പിന്നെ അതിൻ്റെ അടിയിലും ചിലതൊക്കെ വേണമല്ലോ. ഇതിന് വേണ്ടിയിട്ടാണോ കോടികൾ കടത്തി, മറ്റേത് കടത്തി, മറിച്ചേത് കടത്തി? പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, 23-ാം തീയതി കഴിഞ്ഞാലും വനിതാ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുറികളിൽ വനിതാ പോലീസില്ലാതെ കയറിയ ആ കാര്യം അത് 23-ാം തീയതി കഴിഞ്ഞാലും കോൺഗ്രസും UDF-ഉം അതിൻ്റെതായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഒരു സംശയക്കാരില്ല. ഇവിടെ എന്തുകൊണ്ടാണ് വികസനം ചർച്ച ചെയ്യാത്തതെന്താ? സാധാരണ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്താ ചർച്ച ചെയ്യാറ്? ഇവിടെ ത്രികോണം എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വികസനം ചർച്ച ചെയ്യണ്ടേ? അതിന്റെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യണ്ടേ? കേരളത്തിലെ 8 വർഷത്തെ ഭരണം ചർച്ച ചെയ്യണ്ടേ? എന്തിനാണ് രണ്ടു കൂട്ടർ ഒളിച്ചോടുന്നതിന്? എന്തിനാണ് നീലപ്പെട്ടിയുടെ പിന്നാലെ പോകുന്നത്? എന്തിനാണ് എവിടെയോ പിടിച്ചൊരു സ്പിരിറ്റിന്റെ പിന്നാലെ പോകുന്നതിന്? ഇതിന്റെ അർത്ഥം രണ്ടു കൂട്ടർക്കും അവരവരുടെ സർക്കാരുകളെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇപ്പൊ കേന്ദ്രത്തിലെ അവസ്ഥ എന്താ? കേന്ദ്രത്തിലൊരു ഗവൺമെന്റ് ഉണ്ടോ? സത്യം പറഞ്ഞു, ഇന്ന് നരേന്ദ്രമോദി സത്യം പറഞ്ഞാൽ സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികളുടെ തടവറയിൽ കടന്ന് ജൽപ്പന നടത്തുന്ന ഒരു വ്യക്തിയായി നരേന്ദ്രമോദി അധപ്പതിച്ചിരിക്കുകയാണ്. വെറും വർഗീയത മാത്രം പ്രസംഗിക്കുന്നു. ഈ രാജ്യത്ത് ഒരുമിച്ച് കഴിയേണ്ട സഹോദരങ്ങളെ പരസ്പരം ഭിന്നിപ്പിച്ച് അതിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തി ഈ രാജ്യത്തിന്റെ മതേതരത്വം ഇല്ലാതാക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ കാലത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം ഏതെങ്കിലും ഒരു സാധാരണ പൗരനാണ് നടത്തിയിരുന്നെങ്കിൽ ഇപ്പോഴും ജയിലിൽ കിടക്കില്ല. എന്തൊക്കെയാ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് പറഞ്ഞത്? ആ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് നരേന്ദ്രമോദി പറഞ്ഞത്, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഹിന്ദു സ്ത്രീകളുടെ കെട്ടുകാരി വറച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കും. ഇത്രയും പച്ചയായ വർഗീയത പറഞ്ഞൊരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ടായി. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ സഖ്യം വന്നാൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ബോംബ് വെച്ച് തകർക്കും. ആ അയോധ്യയിൽ ഉൾപ്പെടെ BJP പരാജയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അങ്ങനെ പറയുന്നില്ല. അങ്ങനെ അയോധ്യയിൽ പോലും പരാജയപ്പെട്ട BJPക്ക് കേരളത്തിലൊരു MP സ്ഥാനം കാലത്തിൽ വെച്ച് നൽകിയതാരാ? മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. അതുകൊണ്ടാണല്ലോ പൂരം കലക്കി BJP ജയിപ്പിച്ചു എന്ന് പറയാൻ കാരണം. പൂരം കലക്കിയത് തന്നെയല്ലേ? ഇതവിടെ മത്സരിച്ച K മുരളീധരൻ മാത്രമല്ല പറയുന്നത്. ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുനിൽകുമാർ പറയുന്നു പൂരം കലക്കി. അതായത് 36 മണിക്കൂർ നീണ്ട്. ഞാൻ ഇപ്പൊ പാലക്കാടുകാരോട് തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് പറയേണ്ട, നിങ്ങൾ പലരും തൃശ്ശൂർ പൂരവും കണ്ടിട്ടുള്ളവരാണ്. ഇന്ത്യയിൽ തന്നെ ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു പൂരം വേറെയില്ല. 36 മണിക്കൂറാണ് പൂരത്തിന്റെ കണക്ക്. പകൽ പൂരം, മഠത്തിൽ വരവ്, എലഞ്ഞിത്തറമേളം, കൊടമാറ്റം, 3 മണിക്ക് വെടിക്കെട്ട്, പിന്നീട് പകൽപൂരത്തോടുകൂടെ ഉപചാരം ചൊല്ലി പിരിയാണ്. അതിനിടയിലാണ് പൂരം നിർത്തിവെച്ച സംഭവം ഉണ്ടായത്. എന്തുകൊണ്ട് നിർത്തേണ്ടി വന്നു? കാരണം പൂരം നടത്തിക്കൊണ്ടിരിക്കുമ്പോ കാലത്ത് മുതൽ ഇവിടെ കമ്മീഷണറായിരുന്ന അശോക് അഞ്ജിത്ത് എന്ന IPS-കാരൻ മന്ത്രി രാജനും മന്ത്രി ബിന്ദുവൊക്കെ ഉള്ളപ്പോഴാണ് അഴിഞ്ഞാടിയത്. ഞാൻ ഇങ്ങനെ പെരുമാറ്റച്ചട്ടം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കമ്മീഷണർ മന്ത്രിമാരെ മേലെയാണോ? അങ്ങനെ പെരുമാറ്റച്ചട്ടമുണ്ടോ? സന്നിധ ഘട്ടങ്ങളിൽ മന്ത്രിമാർക്ക് ഇടപെടാം, പക്ഷേ അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന രീതിയിലാകരുതെന്ന് മാത്രമേ നിയമമുള്ളൂ. അവിടെ സംഭവിച്ചെന്താ?
പുലർച്ചെ 3 മണിക്ക് തിരുവമ്പാടിയുടെ മഠത്തിന് വരവ് ആ പന്തലിൽ കയറുമ്പോഴല്ലേ അവിടെ പോലീസിനെ വടം കെട്ടി തടഞ്ഞത്? അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വന്റെ ആനയുടെ മുമ്പിൽ നിന്ന് കോൽക്കാരെ തല്ലി ആനകൾക്ക് പട്ട കൊടുക്കാൻ ചെന്ന താപ്പാന്മാരെ തല്ലി. ഇതൊക്കെ തല്ലിയപ്പോ സഹികെട്ട് തിരുവമ്പാടി ദേവസ്വക്കാർ പറഞ്ഞു ഞങ്ങൾ പൂരം അവസാനിപ്പിക്കുക. പൂരം അവസാനിപ്പിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു. അതിന്റെ അർത്ഥം ആചാര ലംഘനം നടന്നു. അതല്ലേ ഇതിന്റെ അർത്ഥം. പിന്നെയാണ് അതുവരെ കാണാതിരുന്ന, കാരണം പകൽപൂരം മുതൽ രാത്രി വരെ ഉണ്ടായിരുന്ന, അന്ന് UDF സ്ഥാനാർത്ഥിയായ ഞാനും LDF സ്ഥാനാർത്ഥി സുനിൽകുമാറും ഉണ്ടായിരുന്നപ്പോ ആ പരിസരത്തൊന്നും കാണാതിരുന്ന BJP സ്ഥാനാർത്ഥി സേവാഭാരതിയുടെ ആംബുലൻസിൽ വരികയാണ് പൂരം നിർത്തി നടന്നപ്പോ. ഇവരെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ IPS ഉദ്യോഗസ്ഥൻ അജിത് കുമാർ, അഡീഷണൽ DGP, അദ്ദേഹം സ്ഥലത്തുണ്ടായി. ഞാൻ ആളെ കാണാനില്ല. അയാൾ എന്തിന് മൊബൈൽ ഓഫ് ചെയ്ത് പോലീസ് ക്ലബിൽ പോയി കിടന്നുറങ്ങി? ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹത്തിനെ പലരും ഫോണിൽ വിളിക്കുന്നുണ്ട്. അതുവരെ അജിത് കുമാറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അജിത് കുമാറിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹമല്ലേ RSS നേതാവ് ദത്താത്രേയ ഹൊസവോളയുമായിട്ട് ചർച്ച നടത്തിയ വിദ്വാൻ. ആ വിദ്വാൻ മൈക്ക് ഓഫ് ചെയ്ത് മൊബൈൽ ഓഫ് ചെയ്ത് പോലീസ് ക്ലബിൽ പോയി കിടന്നുറങ്ങി. സംഘർഷം നടക്കുന്ന ഭൂമിയിലേക്ക് സുരേഷ് ഗോപി കടന്നു വന്നപ്പോ മന്ത്രിമാരുടെ മുമ്പിൽ പോലും അട്ടഹാസം ചൊരിഞ്ഞ അശോക് അഗിത് എന്ന IPSകാരൻ സുരേഷ് ഗോപിയെ കണ്ടപ്പോ എങ്ങനെ പൂച്ചക്കുട്ടിയായിട്ട് മാറി. പിന്നെ അദ്ദേഹം പറഞ്ഞ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് വീണ്ടും പൂരം തുടങ്ങിയപ്പോ എപ്പോഴാ വെടിക്കെട്ട് നടത്തിയത്? 7 മണിക്ക്. നിങ്ങള് പൂരം കണ്ടിട്ടവർക്കറിയാം 3 മണിക്കുള്ള വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ആകാശത്ത് വർണ്ണങ്ങൾ വീഴുന്ന വെടിക്കെട്ടാ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട്. എന്നിട്ട് മുഖ്യമന്ത്രി പറയാ നിയമസഭയിൽ പൂരം അടങ്ങിയിട്ടൊന്നുമില്ല, വെടിക്കെട്ട് മാത്രം കുറച്ച് നീണ്ടുപോയി. ഞാൻ ചോദിക്കട്ടെ മനുഷ്യ, നിങ്ങൾ തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വെടിക്കെട്ട് കണ്ടിട്ടുണ്ടോ? 3 മണിക്ക് പൊട്ടിക്കേണ്ട വെടിക്കെട്ട് പൊട്ടുന്ന എത്ര മണിക്കറിയാം? 7 മണിക്ക്. ഞാൻ അവിടെയുണ്ട്. ഞങ്ങൾ കുറെ പുകയും കണ്ടു, കുറെ ശബ്ദവും കേട്ടു. എന്ത് വർണ്ണം! ഒരു വർണ്ണവും ഇരിഞ്ഞില്ല. കറുത്ത പുകയും കുറെ ശബ്ദമല്ലാതെ വെടിക്കെട്ട് നടന്നോ തൃശ്ശൂര്? ആ സംഭവം കഴിഞ്ഞ ഉടനെ എന്തായാലും BJPയുടെ പ്രചരണം, ഇവിടെ ഹിന്ദുക്കൾക്ക് രക്ഷയില്ല, ഇവിടെ ക്ഷേത്രങ്ങളിൽ ആചാരങ്ങൾ പോലും മുടങ്ങുന്നു. ഇതിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ തിരിച്ചു വരണം. മോൻസഖി ഉണ്ടല്ലോ ലൈസൻ കമ്മിറ്റിയിൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഈ കാര്യം ഞാൻ പറഞ്ഞല്ലേ. അത് ഞാൻ ലൈസൻ കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. അന്ന് വിനാലി പിടിച്ച എല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, പൂരത്തിന് ശേഷം ഇങ്ങനെ ഒരു സംസാരം അവിടെ വ്യാപകമായിട്ടുണ്ട്. അതല്ലേ സുരേഷ് ഗോപി ജയിച്ചു. പക്ഷേ ജയിപ്പിച്ച് വിട്ടുകൊണ്ട് പിണറായിക്ക് വെച്ചം കിട്ടി. ഇവ കരുവണ്ണൂർ ബാങ്കിനെ കുറിച്ച് കേൾക്കാനുണ്ടോ? സ്വന്തം മകളുടെ എക്സലോജിക്കൽ കമ്പനിയെ കുറിച്ച് കേൾക്കാനുണ്ടോ? അതുപോലെ തന്നെ ലാവ്ലിൻ കേൾക്കുന്നുണ്ടപ്പോ എല്ലാം ആവിയായി. തിരിച്ചൊരു സഹായം കൊഴപ്പണ കേസും ആവിയാക്കി. ഇതൊക്കെ ആയിട്ട് ഒരു നല്ല കാര്യം ചെയ്തു. അവസാനം സുരേഷ് ഗോപി ജയിച്ച് മന്ത്രിയാക്കിയ സുരേഷ് ഗോപി തിരിഞ്ഞ് തന്തയ്ക്ക് വിളിച്ചു. അതല്ലേ ഉണ്ടായി. ഞാൻ ചോദിക്കുന്ന ഇരട്ട ചങ്കൻ എന്ന് പറയുന്ന പിണറായിന്റെ മുഖത്ത് നോക്കിയില്ല. നിങ്ങൾ തന്തയ്ക്ക് ജനിച്ചവനാണ്. അതിന്റെ അർത്ഥം എന്താ? ഒറ്റ തന്തയ്ക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ അതില്ലാത്തവനല്ലേ വിളിച്ചത്. നേരെ മറിച്ച് സുരേഷ് ഗോപിയുടെ പകരം ഏതെങ്കിലും UDF നേതാക്കളാണ് ആ വാചകം പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോ ജയിലിൽ കിടക്കില്ലേ? ഇയാൾക്ക് ഒരു നാണമില്ലല്ലോ. ഇങ്ങനൊരു കാര്യമേ എന്നെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതല്ലേ പിണറായിന്റെ ഭാവം? അപ്പൊ ഒരു BJPയുടെ MP-യെ നമ്മളിൽ അയോധ്യ പോലും തള്ളിക്കളഞ്ഞ പാർട്ടിയെ ഇപ്പതാ താലത്തിൽ വെച്ച് ഡൽഹിക്ക് അയച്ചു. ഇപ്പോഴും ചെയ്യുന്നത് എന്താ? ഇപ്പൊ തന്നെ ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങൾ. ഒരു IAS ഉദ്യോഗസ്ഥൻ, വ്യവസായ ഡയറക്ടർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹമാണ് ഹിന്ദു ഉദ്യോഗസ്ഥന്മാരുടെ ഹിന്ദു IASകാരുടെ കൂട്ടായ്മ. എന്റെ ആള് പറഞ്ഞെന്താ? ഇത് ഹാക്ക് ചെയ്തു. DGP പറയാണ് ഹാക്ക് ചെയ്തല്ല, ആരും ഹാക്ക് ചെയ്തിട്ടില്ല, ഇത് ഇയാളുടെ സ്വന്തം അഭിപ്രായമാണ്. ഞാൻ പറയുന്നു ഇത്രയ്ക്കും പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ എങ്ങനെ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നു?
ഇതാരെ സന്തോഷിപ്പിക്കാനാ? ഇത് സംഘപരിവാരെ സന്തോഷിപ്പിക്കാനല്ലേ? അതുപോലെ തന്നെ മുനമ്പം സംഭവം UDF ഒറ്റക്കെട്ടായി പറഞ്ഞു. VD സതീശൻ മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, ഞങ്ങൾ അവിടെ താമസിക്കുന്നവരോടൊപ്പമാണ്. ആ ജനതയെ ഇറക്കി വിടാൻ പാടില്ല. മറ്റു തർക്കങ്ങൾ പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സംഭവത്തിൽ 13-ാം തീയതി വെച്ചിരുന്ന സർവകക്ഷി യോഗം എന്തിനാണ് പിണറായി വിജയൻ 28-ാം തീയതിക്ക് മാറ്റിയത്? പിന്നെ അത് 2 ദിവസം മുമ്പ് മന്ത്രി അബ്ദുറഹ്മാൻ ഒരു അനാവശ്യ സ്റ്റേറ്റ്മെന്റ് ഇറക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് ഇതിന്റെ തട്ടിൽ പിതാവ് കുറച്ച് ശോഭിച്ച് സംസാരിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത്, 2 സമുദായങ്ങളിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ അത് പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. മാത്രമല്ല UDF ഒറ്റക്കെട്ടായി ഞങ്ങൾ അവിടെ താമസിക്കുന്ന ജനങ്ങളോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു വഖഫ് ബോർഡ് അംഗവും അവിടെ ഒരു പ്രകോപനമായുള്ള സ്റ്റേറ്റ്മെന്റ് ഈ നിമിഷം വരെ ഇറക്കിയിട്ടുമില്ല. എന്തുകൊണ്ടാണ് സർക്കാർ പരിഹരിക്കാത്തത്? അതായത് 2 സമുദായങ്ങളെ തമ്മിൽ അകറ്റി മുതലെടുപ്പ് നടത്തുക. ഇത് തന്നെയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്, ഇത് തന്നെയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, 3 IPS ഉദ്യോഗസ്ഥന്മാരാണ് റിട്ടയർ ചെയ്തതിനു ശേഷം BJPയിൽ ചേർന്നിട്ടുള്ള കേരളത്തിൽ. ഒന്ന് DGP ആയിരുന്ന സെൻകുമാർ, 2 ജേക്കബ് തോമസ്, 3 ഇപ്പോ ശ്രീലേഖ. ഇവരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ആ RSS ചിന്താഗതി അത് ഇപ്പോൾ സർവീസ് ഉള്ളവരിലേക്കും കടന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഗോപാലകൃഷ്ണന്റെ ഈ കൂട്ടായ്മ, വാട്സപ്പ് കൂട്ടായ്മ. ഇതിനെതിരായിട്ട് നടപടിയെടുക്കേണ്ടത് പിണറായി വിജയനല്ലേ? എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ താമസം? ഒരു കാര്യം ഞാൻ CPM-നോട് പറയാം, നിങ്ങൾക്ക് ബംഗാളിൽ സംഭവിച്ചത്, നിങ്ങൾക്ക് ത്രിപുരയിൽ സംഭവിച്ചത്,
നാളെ കേരളത്തിലും സംഭവിക്കുന്നെങ്കിൽ അത് ഞങ്ങളെ കുറ്റം പറയണ്ട, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ശ്രീ പിണറായി വിജയൻ തന്നെ. ഇപ്പൊ ഇന്ന കാലത്തൊരു ന്യൂസ് വന്നല്ലോ, പത്തനംതിട്ടയിലെ CPM കൂട്ടായ്മയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ചിലരൊക്കെ പോസ്റ്റ് ഇടാൻ കാരണം ഞാൻ അതിനെ കാണുന്നത് വേറെ രീതിയിലാണ്. അത് പത്തനംതിട്ടയിലെ CPM പ്രവർത്തകർക്ക്, സാധാരണ പ്രവർത്തകർക്ക്, നവീൻ ബാബു എന്ന CPM അനുഭാവിയായിട്ടുള്ള ആ ഉദ്യോഗസ്ഥനെ കൊലയ്ക്ക് കൊടുക്കാൻ കൂട്ടുന്ന ദിവ്യയുടെ കൂടെ പാർട്ടി നിന്നതിലുള്ള പത്തനംതിട്ടയിലെ CPMന്റെ പ്രതിഷേധമാണ് ഞാൻ ഇതിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടത്. അതായത് അത് മറ്റൊന്നുമല്ല, ഇനി അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ ഫോളോവേഴ്സ് ഉള്ള ഇനിയാണ്. ഏതാണ്ട് 45,000-ഓളം ഫോളോവേഴ്സ് അവർക്കുണ്ട്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പത്തനംതിട്ടയിലെ CPM പിന്തുണ പ്രഖ്യാപിച്ചുവെങ്കിൽ ഞങ്ങളെല്ലാമായിരുന്ന നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുത്ത പിണറായിയെ പാലക്കാട് ശിക്ഷിക്കണം എന്നുള്ള അർത്ഥത്തിൽ പത്തനംതിട്ടയിലെ CPM പ്രവർത്തകർ അവർ മനഃപൂർവ്വം ചെയ്തു തന്നെയാണ്. അതിന് നിങ്ങൾ വേറെ അന്വേഷണം നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ആലോചിച്ച്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, കളക്ടർ കഴിഞ്ഞാൽ ഏറ്റവും പിന്നത്തെ പോസ്റ്റാണല്ലോ ADM. ആ ADM നവീൻ ബാബു, അദ്ദേഹം പത്തനംതിട്ടയിലുള്ളവർക്ക് അറിയാം. അത് അറിയപ്പെടുന്ന ഒരു മാർക്സിസ്റ്റ് കുടുംബത്തിലെ അംഗം, CPMന്റെ സർക്കാർ അനുകൂല സംഘടനയായിട്ടുള്ള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ അംഗം, അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള തഹസിൽദാരും അതേ സംഘടനയിൽ അംഗം, ഇതിന്റെയൊക്കെ മാതാപിതാക്കൾ CPM. അങ്ങനെയുള്ള ഒരു കുടുംബത്ത് വന്നിട്ട് പോലും കണ്ണൂരിൽ ADM-ആയി അദ്ദേഹം പ്രവർത്തിച്ചപ്പോ അദ്ദേഹത്തിനെ കുറിച്ച് ആർക്കൊരു ആക്ഷേപം ഉണ്ടായിരുന്നില്ല. കണ്ണൂർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പാലക്കാട് പൊളിറ്റിക്സ് പോലെയല്ല. അത് ശക്തമായിട്ടുള്ള UDF LDF പോരാട്ടം നടക്കുന്ന ജില്ലയാണ്. ഞാനും ആ ജില്ലയിൽ ഉൾപ്പെട്ട കൂത്തുപറമ്പിന്റെയും തലശ്ശേരിയുടെ MP ആയിരുന്ന ഇപ്പൊ ഷാഫിയാണ് അവിടുത്തെ MP. അത്രയും ശക്തമായി ചേരുതിരിവുള്ള കണ്ണൂരിൽ ഒരു CPM-കാരനായിട്ട് പോലും നവീൻ ബാബുവിനെ കുറിച്ച് കോൺഗ്രസിന് പരാതിയില്ല, മുസ്ലിം ലീഗിന് പരാതിയില്ല. അതിന്റെ കാരണം പരാതികൾക്ക് അതീതമായി തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം CPMന്റെ കണ്ണിലെ കരടായി. ഇവരത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ADM സ്ഥലം മാറിപ്പോകുമ്പോൾ സാധാരണ രീതിയിൽ യാത്രയപ്പ് നടക്കും. കലക്ട്രേറ്റിന്റെ അകത്ത് പുറത്തേക്ക് ആരും വിളിക്കില്ല. ഞാൻ MLA MP ഒക്കെ ആയിരുന്ന ആളാണ്. ഒരു കളക്ടർ സ്ഥലം മാറിപ്പോകുന്ന ഒരു ചടങ്ങിനും MLA MP വിളിക്കാറില്ല. ഇവിടെ എന്തിന് ക്ഷണിക്കാത്ത സദ്യക്ക് PP ദിവ്യ പങ്കെടുക്കാൻ പോയി? എന്തിന് അദ്ദേഹത്തിനെ അപമാനിച്ചു? ഇവിടെ പെട്രോൾ പമ്പിന് NOC കിട്ടാൻ പ്രശാന്തൻ എന്ന് പറയുന്ന പെരിയാർ മെഡിക്കൽ കോളേജിലെ ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന ഇലക്ട്രീഷ്യൻ, അദ്ദേഹത്തിന് എങ്ങനെ പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള കാശ് കിട്ടി? ഒരു പെട്രോൾ പമ്പ് പണിയണമെങ്കിൽ ഏതാണ്ട് 1 കോടിയിൽ പരം രൂപ വേണമെന്നാണ് കണക്കാക്കുന്നത്. ആ 1 കോടി എങ്ങനെ ഇയാൾക്ക് കിട്ടി? ഇതാണ് നവീൻ ബാബു ചോദിച്ചത്. നിങ്ങൾ ഡെയിലി വേജസിന് പ്രവർത്തിക്കുന്ന ഒരു ജീവനക്കാരനല്ലേ, സ്ഥിരം ജീവനക്കാരനല്ല, നിങ്ങൾ ഡെയിലി വേജസിന് പണിയെടുക്കുന്ന ആളാണ്. നിങ്ങൾക്ക് എങ്ങനെ ഈ പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള വരുമാനം എങ്ങനെ? അപ്പൊ പറഞ്ഞു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പാലക്കാട് ഒരു SBIയുടെ ബ്രാഞ്ചിൽ ചെന്നിട്ട് എനിക്ക് 2 കോടി വേണമെന്ന് ഉടനെ കിട്ട് തരുമോ? നമ്മളോട് ചോദിക്കില്ലേ വസ്തു ഉണ്ടോ വീട് വയ്ക്കാൻ? 2 കോടിയിലാണെങ്കിൽ അതിനൊക്കെ വസ്തു വീട് വയ്ക്കണ്ടേ? ആ വസ്തു സ്വന്തം പേരിലാവണ്ടേ? ഇനി ഭാര്യയുടെ പേരിൽ തന്നെയാണെങ്കിൽ ഭാര്യയുടെ സമ്മതപത്രം വേണ്ടേ? ഈ വക സംശയങ്ങൾ ചോദിച്ചപ്പോഴാണ് ദിവ്യയുടെ ഫോണ് സഹായിക്കണം. അദ്ദേഹം പറഞ്ഞു നിയമപരമായി ചില തടസ്സങ്ങളുണ്ട്, പരിശോധിക്കുന്നുണ്ട്, അത്രയല്ലേ പറഞ്ഞുള്ളൂ. അപ്പോഴാണ് മന്ത്രി രാജനെ കൊണ്ട് വിളിപ്പിച്ചേ. രാജൻ പറഞ്ഞ ആൾക്ക് എന്തായാലും NOC കൊടുത്തോ, അയാൾ തുടങ്ങാതിരിക്കുകയോ ചെയ്യട്ടെ. അത് പറഞ്ഞപ്പോ NOC കൊടുക്കാൻ തയ്യാറായതിനാണ് ഇവരവിടെ വെളിഞ്ഞു കയറിച്ചെന്ന് ഇയാൾ ചീത്ത വിളിച്ചത്. ദിവ്യ പറഞ്ഞെന്താണ്, ഞാൻ മാർക്സിസ്റ്റുകാരിയാ, എന്നേക്കാൾ വലുതാണോ CPI-കാരനായിട്ടാ മന്ത്രി, ഞാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ട് കേട്ടില്ല? ആ ദേഷ്യത്തിനാണ് നവീൻ ബാബുവിന്റെ യാത്രയപ്പിൽ ക്ഷണിക്കാതെ കയറിച്ചെന്ന്
നിങ്ങളിവിടെ ഏതാണ്ട് 1 ലക്ഷം രൂപ നിങ്ങൾ NOCക്ക് കൈക്കൂലി വാങ്ങി. നിങ്ങൾ പത്തനംതിട്ട ചെന്നാലെങ്കിലും ഈ കച്ചവടം നടത്തരുത്, അങ്ങനെയല്ലേ പറഞ്ഞു? അങ്ങനെ പറഞ്ഞപ്പോ ഒരു സത്യസന്ധനായതുകൊണ്ടല്ലേ നവീൻ ബാബു ആത്മഹത്യ ചെയ്ത്? നേരെ മറിച്ച് അത്യാവശ്യം 2-3 വാങ്ങുന്ന ആളാണെങ്കിൽ കൈക്കൂലി നിങ്ങൾ വാങ്ങുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ കുറെ കാലമായി തുടങ്ങിയിട്ടെന്നല്ലേ മറുപടി പറയുക. എന്തിനാ ആത്മഹത്യ ചെയ്തു? നമ്മളെ സ്ക്രീനിൽ എല്ലാ ദിവസവും കാണുകയല്ലേ ഒരു ഉദ്യോഗസ്ഥൻ അതുവരെ സന്തോഷത്തോടുകൂടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ സ്വീകരിക്കുന്നു. ക്രമേണ പ്രസംഗം കേൾക്കുമ്പോ ഇയാള് അവശനായി കിടക്കുകയാണ്. അന്ന് രാത്രിയല്ലേ പാവം തൂങ്ങി മരിച്ചത്. ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് ഡിജിയോടൊപ്പമല്ലേ പാർട്ടി നിന്ന്? പാലക്കാട് പാർട്ടി പറഞ്ഞു ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനോടൊപ്പം, വിട്ടുവീഴ്ചയില്ല. കണ്ണൂർ പാർട്ടി പറഞ്ഞ എന്താ, ഞങ്ങൾ കുടുംബത്തിനോടൊപ്പം ഉണ്ട്, പക്ഷേ ദിവ്യയെ ഞങ്ങൾ തിരുത്താൻ ശ്രമിക്കുകയാണ്. എന്താ തിരുത്തല്? തെറ്റ് ചെയ്താൽ ശിക്ഷയാണ് വേണ്ട, തിരുത്തലല്ല. ശിക്ഷയാണ് കൊടുക്കണ്ടേ? എന്തിന് ഗോവിന്ദ മാഷ ഭാര്യ ഉൾപ്പെടെ സ്വീകരിക്കാൻ പോയി? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്തതിനൊന്നും അല്ലല്ലോ ജാമ്യം കിട്ടിയത്. ഒരാളെ കൊലയ്ക്ക് കൊടുത്ത കേസിലല്ലേ താൽക്കാലികമായിട്ട് ജാമ്യം കിട്ടിയത്. അവരെ സ്വീകരിക്കാൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ സ്വീകരിക്കാൻ ചെല്ലുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പരിപൂർണമായിട്ട് നവീൻ ബാബുവിനെ കൈവിട്ടു എന്നല്ലേ അതിന്റെ അർത്ഥം? സ്വന്തം പാർട്ടിക്കാർക്ക് പോലും ദഹിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇവിടെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ TV-യിലൊക്കെ കണ്ടത് പാലക്കാട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് ചില അഭിപ്രായങ്ങൾ ചില കക്ഷികൾ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് BJPയും CPM. ഒരു മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ ഷാഫി ശ്രദ്ധിക്കുന്നില്ല. ഞാൻ മെഡിക്കൽ കോളേജ് എങ്ങനെയാ വന്നത്? മെഡിക്കൽ കോളേജ് എങ്ങനെ പാലക്കാട് കിട്ടി? എങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി SC/ST വിഭാഗത്തിന് ഒരു മെഡിക്കൽ കോളേജിന് അനുമതി കൊടുത്താരാ? ഇന്ന് നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ ജീവിക്കുന്ന ശിവൻ ഉമ്മൻചാണ്ടിയല്ലേ. അന്ന് അദ്ദേഹം പാലക്കാട് മാത്രമല്ല കേരളത്തിലെ മിക്ക ജില്ലകളിലും മെഡിക്കൽ കോളേജ് അനുവദിച്ചു. വയനാട്, ഇപ്പൊ ദുരന്തം നടന്ന വയനാടിൽ 50 ഏക്കർ സ്ഥലം അന്ന് UDFന്റെ ഭാഗമായിരുന്ന ശ്രീ വീരേന്ദ്രകുമാർ സൗജന്യമായിട്ട് നൽകി. അവിടെ ഉമ്മൻചാണ്ടി പോയിട്ട് തറക്കല്ലിട്ടു. ഭരണം മാറി, LDF വന്നു. ഷൈന ടീച്ചർ എന്ന് ഒരു കല്ലും കൂടെ അതിന്റെ മേലെ ഇട്ടു. അപ്പോഴേക്കാണ് പ്രളയം വരുന്നത്. പറഞ്ഞു ഈ സ്ഥലം അനുയോജ്യമല്ല. പകരം സ്ഥലം ഇപ്പോഴും കടലാസിനെ കിടക്കുകയല്ലേ. ഒരു മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷെ എങ്ങും എത്തിയോ? മാനന്തവാടിയിലെ MLA CPM അത് ഇപ്പൊ മന്ത്രിയായി. ഇത്രയുമായിട്ടും പാലക്കാട് കാണുന്ന ഒരു കെട്ടിടം ഇന്ന് മാനന്തവാടി പോയി കാണുമോ ഒരു മെഡിക്കൽ കോളേജിന്റെ? അന്ന് ഉമ്മൻചാണ്ടി, ഞാനിപ്പോഴും ഓർക്കാണ്, എന്റെ അന്നത്തെ നിയോജകമണ്ഡലത്തിൽ ഒട്ടിയൂർക്കാവിൽ ജനറൽ ആശുപത്രി, അതിന്റെ പരിസരത്ത് മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പെർമിഷൻ തന്നു. കെട്ടിടം പണിതു, ഹോസ്റ്റല് പണിതു. മെഡിക്കൽ കൗൺസിലുകാർ വന്ന് പരിശോധിച്ച് 100 കുട്ടികൾക്ക് സാങ്ഷൻ തന്നു. അത്രയും തന്നതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി വന്ന് ഉദ്ഘാടനം ചെയ്തത്. പിണറായി വന്ന ദിവസം അദ്ദേഹത്തിന്റെ പാർട്ടി ഉദ്ഘാടനം ചെയ്ത് അന്ന് പ്രഖ്യാപിച്ചു ഞങ്ങൾ വന്നാൽ കൂട്ടും. ആകപ്പാടെ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞൊരു കാര്യം ചെയ്തതായിരുന്നു, വന്നോടനെ കൂട്ടിച്ചു. ഇവരെ SC/ST ആയതുകൊണ്ടും ബാലന്റെ ഭാര്യ പ്രിൻസിപ്പൾ ആയതുകൊണ്ടും സത്യം പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് നിർത്തിയില്ല. ഭാഗ്യം ഞങ്ങളുടെയൊക്കെ ഞാൻ നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ച, നിങ്ങളിത് ചെയ്യരുത്, കഷ്ടപ്പെട്ടുണ്ടാക്കിയ മെഡിക്കൽ കോളേജാണ്, അംഗീകാരം കിട്ടി. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിച്ചാൽ അംഗീകാരം വരും. 100 കുട്ടികൾക്ക് സാങ്ഷനാണ് കിട്ടിയത്. ആ 100 കുട്ടികളെ നാളെ പഠിച്ച് മെറിറ്റിൽ പഠിച്ച് ഡോക്ടർമാരാവില്ലേ? അതില്ലാതാക്കി. എന്തിനു വേണ്ടി? കാസർഗോഡ് ഏതാണ്ട് വർക്ക് തുടങ്ങി പൂർത്തീകരിക്കാൻ സമ്മതിച്ചു അവര്. അതിന്റെ ഫലം എന്താ? കോവിഡ് വന്നു. പല രോഗികൾക്കും മംഗലാപുരത്ത് ഓടി വന്നു. മംഗലാപുരത്തേക്ക് പോയപ്പോ അന്നത്തെ മംഗലാപുരം ഉൾപ്പെട്ട കർണാടകയിലെ BJP സർക്കാർ തലപ്പാടിയിലെ മതില് കെട്ടി നാഷണൽ ഹൈവേന്റെ നടുവിൽ കൂടെ. ഇവിടേക്ക് ആരും കയറണ്ടെന്ന് പറഞ്ഞു. കേരളത്തിലെ കോവിഡ് രോഗികളെ ചികിത്സിക്കലല്ല ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞ് നാഷണൽ ഹൈവേയിൽ മതില് കെട്ടി. അതിർത്തിയിൽ എത്ര പേര് മരണപ്പെട്ടു?
കോവിഡ് മരണങ്ങളുടെ കൂട്ടത്തിൽ കണക്കാക്കാത്ത മരണങ്ങളായിരുന്നു അത്. അതിർത്തി ചികിത്സ കിട്ടാതെ മരണപ്പെട്ടവർ ആരാ ഉത്തരവാദി? എന്നിട്ടാണ് പറയുന്നത് ആരോഗ്യരംഗം മഹത്തരം. എന്ത് മഹത്തരം? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഏത് സർക്കാർ ആശുപത്രിയിൽ ചെന്നാലാ ചികിത്സ കിട്ടുന്നത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താ? മലബാറിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അവിടെയാണ് കഴിഞ്ഞ വർഷം ഹർഷീനായതൊരു സ്ത്രീ പ്രസവിക്കാൻ പോയി. ഡോക്ടർമാര് പറഞ്ഞു സിസേറിയൻ വേണം. സിസേറിനൊക്കെ ഗംഭീരമായിട്ട് നടത്തി. പക്ഷേ കുട്ടി പുറത്തേക്ക് വന്നപ്പോ കത്തിരി ഭാഗത്തേക്ക് പോയി. ആ സ്ത്രീ വേദന കൊണ്ട് പൊളഞ്ഞു. അവസാനം ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടാണ് കത്തിരിക പുറത്തെടുത്തത്. സെക്രട്ടേറിയറ്റ് വരെ പോയി പ്രതിഷേധം നടത്തി. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഒരു നടപടി സ്വീകരിക്കാനും മുഖ്യമന്ത്രി തയ്യാറായില്ല. ഞാൻ ചോദിക്കുന്നത്, ഒരു വനിതാ മന്ത്രിയല്ലേ ആരോഗ്യമന്ത്രി? ഒരു വനിതയ്ക്ക് ഇത്രയേറെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും തിരിഞ്ഞു വെക്കാൻ മുഖ്യമന്ത്രി തയ്യാറായോ? തിരിഞ്ഞു വെക്കാൻ ആരോഗ്യമന്ത്രി തയ്യാറായോ? അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു സ്ത്രീക്ക് ഈ ദുരനുഭവം ഉണ്ടായിട്ട് ഒരു വനിതയായ വീണ ജോർജ് എന്തുകൊണ്ട് നടപടിക്ക് തയ്യാറായില്ല? അതേ മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടിയുടെ ശരീര ശസ്ത്രക്രിയക്ക് കൊണ്ടുപോയി. ശസ്ത്രക്രിയ കഴിഞ്ഞു. പക്ഷെ ചിരിക്കാനായി നാവിന ശസ്ത്രക്രിയ നടത്തി. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ 48 മണിക്കൂറാണ് ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങിയത്. 48 മണിക്കൂർ. പക്ഷേ ആയുസിന്റെ ബലം കൊണ്ട് പാവം മരിച്ചില്ല. തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയാണത്. നെയ്യാറ്റിൻകരയിലെ ജില്ലാ ആശുപത്രിയിലെ ഈ മൂത്രത്തിന് കല്ല് വന്നൊരു സ്ത്രീ ചികിത്സയ്ക്ക് പോയി. ടെസ്റ്റ് ഡോസ് പോലും ചെയ്യാതെ ഇഞ്ചക്ഷൻ കൊടുത്തതിന്റെ ഫലമായി ആ സ്ത്രീ മരണപ്പെട്ടു. പത്തനംതിട്ട മന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ, മന്ത്രിയുടെ ജില്ലയിൽ ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ ഗവൺമെന്റ് ആശുപത്രിയില് ചുമടെടുക്കുകയാണ്. ചുമട്ടുകാര് രോഗിയെ താഴ്ന്ന മേലത്തേക്ക് ചുമന്നു കൊണ്ടുപോവാണ്. വയനാട്ടിലൊരു സംഭവം ഉണ്ടായി. ഒരാൾക്ക് ഹെർണിയ വന്നു, ഓപ്പറേഷൻ പോയി. ഓപ്പറേഷനൊക്കെ സക്സസ് ആയത്. പക്ഷേ മനുഷ്യനെ അത്യാവശ്യം ചെയ്യേണ്ട ചില കാര്യങ്ങൾ അതൊക്കെ അടിച്ചുകൊണ്ടുപോയി. ഹെർണിയാണ് ഇവിടെ അതും എടുത്തോണ്ട് പോയി. നമ്മൾ പറയില്ലേ, ഫീസ് കെട്ടിയാൽ ചിലപ്പോ ഫീസ് മൊത്തം അടിച്ചു പോയി എന്ന് പറയുന്ന പോലെ മൊത്തം ഭാഗങ്ങൾ എടുത്തോണ്ട് പോയി. ഇപ്പൊ സർക്കാർ ആശുപത്രിയിൽ ചെന്നാലത്തെ അവസ്ഥ എന്താ അറിയൂ? നടന്ന് ചെല്ലുന്നവൻ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഇപ്പൊ തിരിച്ചു പോകുന്നത്. പെരിയാർ മെഡിക്കൽ കോളേജിൽ ഏത് ചികിത്സയ്ക്ക് പോയാലും രോഗിയുടെ മരണം ഏതാണ്ട് ഉറപ്പാണ്. അതാണ് ഇവിടുത്തെ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ എന്ത് ആരോഗ്യരംഗം എന്താ പറയുക? പോലീസിന്റെ കാര്യം പറയാനുണ്ടോ? കാരണം മിക്ക IPSകാരും BJPക്കാരും, അസോസിയേഷൻ മാർക്സിസ്റ്റുകാരും, സാധാരണ ആൾക്കാർ ഇപ്പൊ എന്താ പറയുക, ഗുണ്ടകളാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പൊ വസ്തു ഇറക്കാതെയായിരിക്കുക. ആരും പോലീസ് സ്റ്റേഷനിൽ പോയില്ല. നേരെ ചെന്നൊരു ഗുണ്ടാ തലവനെ കാണും, എന്നെ സഹായിക്കണം എന്ന് പറയും. എതിർകക്ഷി എന്ത് ചെയ്യും? വേറെ ഗുണ്ടാ തലവനെ കാണും. അവസാനം രണ്ടുപേരും നടു റോട്ടിലടി, കുത്തുക, വെട്ടുക, ഓൺ ദ സ്പോട്ടിൽ മരണം. എത്ര സംഭവങ്ങളായി? പോലീസ് ആണെങ്കിൽ കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുക. ഇവിടെ ക്രമസമാധാനം ഉണ്ടോ? CPMകാർക്ക് പോലും, സാധാരണ CPMകാർക്ക് നീതി കിട്ടുന്നുണ്ടോ? ഇവിടെ എല്ലാം പിണറായിസം പിടിമുറുക്കുകയാണ് കേരളത്തിൽ. ഇതിന്റെയൊക്കെ ദുരന്തം കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുമ്പോഴാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതും ജനങ്ങൾ നല്ല തോതിൽ ഇവരെ ശിക്ഷിക്കുന്നതും. പക്ഷേ ശിക്ഷ കൊണ്ട് പഠിച്ചോ കാര്യം? ശിക്ഷയ്ക്ക് ശേഷമല്ലേ നവീൻ ബാബുവിന്റെ സംഭവം ഉണ്ടായത്? ശിക്ഷയ്ക്ക് ശേഷമല്ലേ ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം
കേരളത്തിലെ 14 ജില്ലകളിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾ, ആ കമ്മിറ്റികൾ നടത്തിയ അവലോകനം മാത്രം മതി പിണറായി സർക്കാർ അമ്പേ പരാജയമാണെന്ന് കാണിക്കാൻ. ഇപ്പൊ തന്നെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായി. ഞാൻ ചോദിക്കട്ടെ, ആ ദുരന്തം ഉണ്ടായപ്പോ എല്ലാ ആളുകളും അവിടെ ചെന്നു സഹായിക്കാൻ മത്സരിച്ചു. ജാതി നോക്കാതെ, മതം നോക്കാതെ, പാർട്ടി നോക്കാതെ. അങ്ങനെ അവിടെ മുഴുവൻ ചെന്നവിടെ നിങ്ങളുടെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ട ഉൾപ്പെടെ ദിവസങ്ങൾ അവിടെ ചെലവഴിച്ചു. എത്ര ആളുകൾ സഹായമായിട്ട് മുന്നോട്ട് വന്നു. ശ്രീ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയോടൊപ്പം അവിടെ ചെന്ന് അതിൽ 100 വീടുകൾ പ്രഖ്യാപിച്ചു. ഞങ്ങൾക്കൊരു നിർദ്ദേശം തന്നു, ഈ 100 വീടുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരിക്കലും പുറമേ നിന്ന് കാശ് പിരിക്കരുത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വീതം വെച്ചെടുക്കണം. ശ്രീകണ്ഠനും ഷാഫിയൊക്കെ അവരുടെ MP മാരെന്നുള്ള ശമ്പളം കൊടുത്തു. ഞാനൊക്കെ MP-യുടെയും MLA-യുടെയും പെൻഷൻ തുക കൊടുത്തു. ഞാൻ അതും കൂടെ കൂട്ടി കൊടുത്തു, കാരണം എന്റെ പഴയ നിയോജകമണ്ഡലം. എനിക്ക് അന്ന് ഏറ്റവും ഭൂരിപക്ഷം തന്ന സ്ഥലമാണ്. ഞാൻ 89 മത്സരിക്കാൻ ചെല്ലുമ്പോൾ ഇമ്പിച്ചി വായുമായിട്ട് ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വോട്ട് തന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞാൻ 1 ലക്ഷം തന്നെ കൊടുക്കാൻ കാരണം. കാരണം അത്രയേറെ കടപ്പാട് എനിക്ക് അവരോടുണ്ട്. അങ്ങനെ ആ മണ്ണിൽ കിടക്കുന്നവർ ഏതാണ്ട് 400 പേർ മരണപ്പെട്ടു. 200 പേരെ കാണാനില്ല. ഫലത്തിൽ അവർ മരിച്ചായിട്ടാണ് ഇപ്പൊ കണക്കാക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ആ 100 വീട് കോൺഗ്രസ് പ്രഖ്യാപിച്ചു, അതേ വീടുകൾ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു. ഇത്രയും വീടുണ്ടായിട്ട് എന്തുകൊണ്ട് അത് നിർമ്മിക്കാൻ കഴിയുന്നില്ല? സ്ഥലം തരേണ്ടതാരാ? നമുക്ക് വീട് വെച്ചു കൊടുക്കാനേ പറ്റൂ. കർണാടക സർക്കാർ തന്നു 100, തമിഴ്നാട് തന്നു, തെലങ്കാന തന്നു. പക്ഷേ ഇതുവരെയായിട്ട് അതിന്റെ ഒരു സ്ഥലം പോലും അക്വയർ ചെയ്ത് തരാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. പ്രധാനമന്ത്രി വന്നു, ഫോട്ടോഷൂട്ടൊക്കെ നടത്തിപ്പോയി, കാശ് തന്നു. ഇപ്പൊ 2 പേര് മത്സരിച്ച് ദ്രോഹിച്ചു. ഇവിടെ ഇപ്പോ പറയുന്നത് ഇന്നലെ ഏതോ മേപ്പാടിയിൽ നിന്ന് കുറച്ച് പുഴുവരിച്ച് അരി കിട്ടിയതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് പരാതി. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ പെരുമാറ്റച്ചട്ടമുണ്ട്, പഞ്ചായത്തിന് വിതരണം ചെയ്യാൻ കഴിയില്ല. പഞ്ചായത്ത് മാറ്റിവെച്ചതാണത്. അതാരടുത്ത് വിതരണം ചെയ്ത്? ഉദ്യോഗസ്ഥന്മാര്. തന്നതാരാ? റവന്യൂ വകുപ്പ്. കൊടുത്തതാരാ? സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. ഇവിടെ പഞ്ചായത്തിന് എന്താ റോള്? പെരുമാറ്റച്ചട്ടം വന്ന അന്ന് മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് കാറ് പോലും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ആ കാറിലൊപ്പം ഉദ്യോഗസ്ഥന്മാരാ കയറി നടക്കുന്നത്. അങ്ങനെയുള്ള പതിവ്. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം വന്നാൽ പഞ്ചായത്ത് മെമ്പർമാർക്ക്, പഞ്ചായത്ത് പ്രസിഡന്റ് കാറ് പോലും ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യം ഇല്ല. അങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെയാ ആ കുറ്റം UDF-ന്റെ തലയിൽ ചേർത്തുന്നത്? അപ്പൊ ദുരന്തം നടന്നപ്പോൾ പോലും 2 പേരും മത്സരിച്ച് ദ്രോഹിച്ചു ആ ജനതയെ. ഇതിന് കേരളത്തിന്റെ കണക്കെന്താ? ഞാൻ കേൾക്കട്ടെ, മൃഗശരീരം സംസ്കരിക്കാൻ എല്ലാ ആൾക്കാരും സഹായിച്ചില്ലേ? ജാതി നോക്കാതെ, മതം നോക്കാതെ. ഇത് നിങ്ങൾ ഡൽഹിക്ക് കൊടുത്ത കണക്കെന്താ? 75,000 രൂപ ഒരു മൃഗശരീരം സംസ്കരിക്കാൻ. എവിടെ നിന്ന് കിട്ടി ഈ കള്ളക്കണക്ക്? കേന്ദ്രത്തിലാണെങ്കിൽ കിട്ടുന്ന താമസം എടുത്തു ദൂരേക്കളം. ഞാനൊരു കാര്യം പിണറായിയോട് പറയുന്നുള്ളൂ, നിങ്ങൾ എന്നിവിടെ ഭരണം തുടങ്ങിയോ നിങ്ങൾക്ക് ചാകരയാണ്. പക്ഷേ കേരളം ദുരിതങ്ങളുടെ ഒരു കലവറയായിട്ട് മാറി. പ്രകൃതി പോലും നിങ്ങളോട് ശോഭിക്കും. ഞാൻ ഇവിടെ ഓർക്കുന്നത്, മുൻപ് കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അന്ന് മാണിസാറിനെ പറ്റിയിട്ട്. ഈ സോളാർ കേസ് ഉണ്ടായപ്പോ അന്ന് കോടിയേരി പറഞ്ഞു, തിരുവനന്തപുരം മൃഗശാലയിലെ കണ്ടാമൃഗം കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. കാരണം എന്നേക്കാൾ തൊലിക്കെട്ടി KM മാണിക്കുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാത്തതെന്നാണ് കോടിയേരി പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇന്നൊരു കാര്യം പറയാം, ഇന്ത്യയിലുള്ള എല്ലാ കണ്ടാമൃഗങ്ങൾക്കും ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പിൽ നേട്ടം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു പിണറായി. ഞങ്ങളെക്കാളുള്ള മൊത്തം തൊലിക്കെട്ടിയുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് ഇന്ത്യയിലെ കണ്ടാമൃഗങ്ങൾ പോലും ഇപ്പൊ ഒന്നും കഴിക്കാത്ത അവസ്ഥയാണ്. പിന്നെ പണ്ട് കാലത്തൊരു ചൊല്ലുണ്ട്, ഏരണം കെട്ടവൻ നാട് ഭരിച്ച നാട് മുടിയും. മര്യാദയ്ക്ക് ഒരു ഓണം ആഘോഷിച്ചിട്ട് കാലത്രയും. ഇത് വന്ന അന്ന് പ്രളയം, ഒരു പ്രളയം, അതിന്റെ മേലെ വേറെ പ്രളയം, അത് കഴിഞ്ഞു കോവിഡ് കഴിഞ്ഞപ്പോ നിപ. അത് ഈ വവ്വാലാണത്ര രോഗം വരുത്തുന്നത്.
ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു, എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്നു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. അന്നും വവ്വാലുണ്ടായിരുന്നില്ലേ നാട്ടില്? ഇവരാരെങ്കിലും അന്നൊരു കുഴപ്പമുണ്ടാക്കിയോ? ഇപ്പോഴെന്താ അവസ്ഥ എന്ന് ചോദിച്ചാൽ, ഈ വവ്വാലി കഴിച്ചു എന്നേക്കാൾ വിഷമുള്ളവരാണ് കേരളം ഭരിക്കുന്നത്, പിന്നെ ഞാൻ എന്റെ വിഷം എന്തിനാ പുറത്തെടുക്കാതിരിക്കുന്നത്? അതും തുടങ്ങി, വവ്വാലും തുടങ്ങി. അപ്പൊ ഇങ്ങനെയുള്ള ദ്രോഹങ്ങൾ, ഉരുൾപൊട്ടൽ. ഇപ്പോ ഓണം ആഘോഷിക്കാൻ പറ്റുന്നില്ല, പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയുന്നില്ല, ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴാണ് അച്യുതാനന്ദൻ ഒരിക്കൽ നിയമസഭയിൽ പറഞ്ഞ കാര്യം. ഞാനും ഷാഫിയൊക്കെ അന്ന് നിയമസഭയിലുണ്ട്, മോൻസ് ജോസഫും ഉണ്ട്. അന്ന് എന്താ അച്യുതാനന്ദൻ പറഞ്ഞറിയോ? കരാത്തതിയും ചേരാത്തവുളും, കരാത്തതിയും ചേരാത്തവുളും അടങ്ങുന്ന നരകത്തിലേക്ക്. ഇപ്പൊ ഞാൻ പറയുന്നു, ആ നരകത്തിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഴുമല്ലോ എന്നോർത്ത് നമുക്കൊക്കെ സഹതപിക്കാനേ കഴിയൂ. അതുകൊണ്ടാണ് നേരത്തെ ശ്രീകണ്ഠൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരിടത്തും ചിഹ്നം പുറത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഫിറോസിന്റെ ജില്ല, മലപ്പുറം ജില്ല, മങ്കടയിൽ ഒരു കാലത്ത് അരിവാൾ ചിട്ടിയ നക്ഷത്രത്തിൽ CPM ജയിച്ച നിയോജകമുണ്ടല്ലേ? പെരിന്തൽമണ്ണ അരിവാൾ ചിട്ടിയ നക്ഷത്രത്തിൽ CPM ജയിച്ച നിയോജകമുണ്ടല്ലേ? നിലമ്പൂർ സഖാവ് കുഞ്ഞാലി അരിവാൾ ചിട്ടിയ നക്ഷത്രത്തിൽ വിജയിച്ച നിയോജകമുണ്ടല്ലേ? ഇന്ന് ആ നിയോജകമണ്ഡലത്തിലൊക്കെ എന്താ അവസ്ഥ? ചിഹ്നം കണ്ടിട്ടുണ്ടോ? ഇപ്പതാ പാലക്കാടും അത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ടാണ് ഇവിടെയും ചിഹ്നമെടുക്കാൻ കഴിയാത്ത. കാരണം ചിഹ്നമെടുത്താൽ ചെലവാവില്ല എന്ന് ഇപ്പൊ മനസ്സിലായി. ഏതായാലും പാലക്കാട് തന്നെയാണ് ശിവൻ AK ബാലൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കാലത്ത് പറഞ്ഞത്, എല്ലാവരും കൂടെ നമ്മുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ഒക്കെ ആകും എന്ന് പറയുന്നതിന്റെ ഫലം ഇപ്പതാ പാലക്കാട് അത് കഴിഞ്ഞ് 6 മാസം കൊണ്ട് തന്നെ ആ അവസ്ഥയിലേക്ക് പാർട്ടി എത്തി. പണ്ടത്തെ മുദ്രാവാക്യം എന്തായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ? അരിവാൾ ചിട്ടിക നക്ഷത്രം, അതാണ് നമ്മുടെ അടയാളം. ഇപ്പോഴോ കൊടാകുന്തം കോടാലി, അതാണ് നമ്മുടെ അടയാളം. ആ നിലയിലേക്ക് എത്തി. എന്നോട് പത്രക്കാരി ചോദിച്ചു, ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിനെ കുറിച്ച് അഭിപ്രായം എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചിഹ്നത്തിനെ കുറിച്ചല്ലല്ലോ ചർച്ച, സ്ഥാനാർത്ഥിയെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണം, നമുക്ക് സർക്കാരിന്റെ ദോഷം ചർച്ച ചെയ്താൽ മതി. പക്ഷേ ഈ ചിഹ്നം, ടെലസ്കോപ്പ് എന്ന ചിഹ്നം പറയാൻ കഴിയുന്ന എത്ര CPMകാരുണ്ട് എന്നാണ് ഇപ്പൊ സാധനം. ഇപ്പൊ ചിലരൊക്കെ അത് കാരണം പ്രചരണത്തിന് വന്ന ചിലരൊക്കെ ചേലക്കരയ്ക്ക് പോയി എന്നാണ് കിട്ടിയത്. കാരണം ഇനി ഇവിടെ വന്ന് വല്ല അബദ്ധങ്ങളും എഴുന്നള്ളിക്കണ്ട എന്ന് വിചാരിച്ച് ചിലര് എറണാകുളത്ത് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോയി. ചിലര് പറഞ്ഞാൽ എന്നാ പിന്നെ ചേലക്കര പോകുമ്പോൾ അവിടെ ചിഹ്നം ഉണ്ടല്ലോ. ഈ 3 ചിഹ്നം ഒരിടത്തേ ഉള്ളൂ, അരിവാൾ ചിട്ടിയ നക്ഷത്രം ചേലക്കരയിലാണ്. എന്നാ പിന്നെ അവിടെയും കൂടെ പോയിട്ടൊക്കെ പോവാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, 96 മുതൽ തുടർച്ചയായി CPM ജയിച്ച ചേലക്കരയിൽ ഇപ്പൊ വികസനം ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോ അവിടുത്തെ MLAമാർ വട്ട പൂജ്യമാണെന്ന് സാധാരണ ജനങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ എല്ലാ CPMന്റെ രാധാകൃഷ്ണൻ എത്ര തവണ MLA ആയി, എത്ര തവണ മന്ത്രിയായി, സ്പീക്കറായാലും സാധാരണ എല്ലാ മന്ത്രിമാരും കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കാര്യത്തിൽ കുറെ കൂടെ ഒരു ഉദാരമായിട്ടുള്ള ഒരു മനോഭാവം സ്വീകരിക്കല്ലോ. എന്നിട്ട് പോലും പലയിടത്തും റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്നു. തലസ്ഥാനത്ത് തന്നെ എന്താ റോഡിന്റെ അവസ്ഥ? അല്ല, ഈ പണ്ട് കേട്ടിട്ടുണ്ട്, ആനേനെ പിടിക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ കാട്ടാനേനെ ആന നടന്നു വന്ന വഴിയിലൊരു വലിയ കിടങ്ങു പിടിക്കുന്നു. ഇത് അതിന്റെ നേരെ ഈ കമ്പുകളൊക്കെ വെക്കും. ആനയ്ക്ക് കണ്ടാൽ തിരിച്ചറിയില്ല, ആന നേരെ കുഴിയിലേക്ക് പോകും. അങ്ങനെയാണ് ഇത്ര മുമ്പ് കാട്ടാനേനെ പിടിച്ച് നാട്ടാനെ അയച്ചത്. പക്ഷെ ഇപ്പോ നാട്ടാനയ്ക്ക് നമ്മുടെ റോഡിൽ കൂടെ നടക്കാൻ വയ്യ. കാരണം നാട്ടാനേനെ വീഴ്ത്തുന്ന കുഴികളാണ് റോഡുകളുടെ. ഇതെന്ത് പറയുമ്പോഴും കേന്ദ്രം തരുന്നില്ല. ശരിയാ, കേന്ദ്രം തരുന്നില്ല, ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, തെലങ്കാനയ്ക്കും കേന്ദ്രം കൊടുക്കുന്നില്ലല്ലോ, തമിഴ്നാടിന് കേന്ദ്രം കൊടുക്കുന്നില്ലല്ലോ, മമതയ്ക്ക് കൊടുക്കുന്നില്ലല്ലോ കേന്ദ്രം. പക്ഷെ അവിടെയൊക്കെ എന്താ? അവിടെ ദൂർത്തില്ല. ദൂർത്ത് ഒഴിവാക്കി വികസനം നടത്തുന്നു. ഇപ്പൊ കർണാടകത്തിൽ സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള ബസ് യാത്രയാണ്. അവിടെയും കാശ് തരുന്നില്ല കേന്ദ്രം. ഇവിടെ എന്താ? ഇവിടെ ദൂർത്ത്.
നിങ്ങൾ കേരളീയം നടത്തി കഴിഞ്ഞ ഈ നവംബറല്ല, കഴിഞ്ഞ വർഷം നവംബർ എത്ര കോടി ചെലവിട്ടു? 27 കോടി ചെലവിട്ടിട്ട് എന്ത് നേട്ടമുണ്ടായി? എന്നിട്ട് പ്രതിപക്ഷം നേരത്തെ പറഞ്ഞു ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യാന്ന് പറഞ്ഞു.